വളരെ വേഗം നമുക്കിനി ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കാം. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കി വായിക്കേണ്ട തിരുവെഴുത്ത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. അതോടൊപ്പം 1 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൻ്റെ 10 മുതലും അനിവാര്യമെങ്കിൽ വായിക്കേണ്ടതുണ്ട്. വായിക്കുന്ന ആൾ ഇത് രണ്ടും ഒന്ന് വായിക്കാൻ തയ്യാറാക്കി വെക്കുക. യോഹന്നാൻ 6-ന്റെ 1 മുതൽ 6 വരെ ആമുഖമായി വായിക്കാം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടി അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് മാറ്റമില്ലാത്ത വചനത്തിൻ്റെ വിശകലനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുന്നു. കർത്തൃസാന്നിധ്യം ഞങ്ങൾക്ക് ഉണർവും ബലവുമാകണമേ. അവിടുത്തെ വചനത്തിൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് രോഗശാന്തിയാകണമേ. നിത്യജീവങ്കലേക്ക് ഞങ്ങളെ അനയിക്കുന്ന ഈ തിരുവെഴുത്ത് ദേശത്തിന് മുഴുവൻ വിടുതലാക്കി തീർക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിരന്തരം വാർത്താമാധ്യമങ്ങളിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന നമുക്കൊക്കെ സുപരിചിതങ്ങളായ ചില പദങ്ങളുണ്ട്, ചില സ്ഥലനാമങ്ങളുണ്ട്. അതിലൊന്നാണ് ഗസ. ഗാസ എന്നാണ് നമ്മൾ പറയുക. മറ്റൊരു പദമാണ്, സ്ഥലനാമമാണ് പാലസ്തീൻ, യോർദാൻ. ഇങ്ങനെയുള്ള പദങ്ങൾ ആനുകാലിക ലോകരാഷ്ട്രീയത്തിൻ്റെ ഭൂപടത്തിലും അതിൻ്റെ വ്യവഹാരങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ പദങ്ങൾ പലതും വസ്തുതാപരമല്ല എന്ന് പലർക്കും അറിയില്ല. ഉദാഹരണം പാലസ്തീൻ. വാസ്തവത്തിൽ നാം വായിച്ചു മനസ്സിലാക്കുന്ന ആ രാജ്യത്തിൻ്റെ പേര് പാലസ്തീൻ എന്നല്ല, ഇസ്രയേൽ എന്നാണ്. പക്ഷെ ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ പാലസ്തീനിയ എന്ന് തന്നെ കാണുന്നു. അതെങ്ങനെ? ലോകമൊരിക്കൽ റോമൻ സർവാധിപത്യത്തിന് കീഴിലായിരുന്നു. ലോകമെന്ന് പറഞ്ഞാൽ മൊത്തം ലോകരാഷ്ട്രങ്ങളും വന്നില്ല. ബ്രിട്ടൻ ഒരിക്കൽ എന്തായിരുന്നുവോ അതുപോലെ ലോകത്തിലെ പ്രബലങ്ങളായ രാജ്യങ്ങളെ കീഴടക്കി റോം അതിൻ്റെ കാൽ കീഴിൽ വച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ റോമിൻ്റെ വിസ്തൃതി 5000 മൈൽ നീളവും 4000 മൈൽ വീതിയുമായിരുന്നു. വിസ്തൃതമായ റോമൻ സാമ്രാജ്യത്തിലെ ഒരു കൊച്ചു ഭൂപ്രദേശമാണെന്ന് അന്ന് ഏകദേശം 120 മൈൽ വിസ്തൃതി വരുന്ന ഇസ്രയേൽ. ഈ മൊബൈലൊന്നും ഇപ്പോൾ ഉപയോഗിക്കരുത്. അത്യാവശ്യം സംസാരിച്ചേ പറ്റൂ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഒരമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ കരയോ ചിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യണം. ഇത് വളരെ ചിലവ് ചെയ്തൊക്കെ നടത്തുന്നൊരു യോഗമാണ്. അതിന് താലസരായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. ഇതെല്ലാവരും കയ്യിലുണ്ട് മൊബൈൽ. അതൊക്കെ വൈബ്രേറ്റിംഗ് മോഡിലാക്കുകയോ അല്ലെങ്കിൽ ഓഫാക്കി വെച്ചാൽ ഏറ്റവും സന്തോഷം. കാരണം ഇത് ഈ പ്രസംഗങ്ങളും ചിന്തകളുമൊക്കെ എഴുതിപ്പടിച്ച ഒരു നിലയിലല്ല ഞങ്ങൾ സംസാരിക്കുക. ആ ഓർമ്മയെ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് സഹകരിക്കണം. സന്തോഷമല്ലേ? അപ്പോൾ ഈ വിസ്തൃതമായ റോമൻ സാമ്രാജ്യത്തിൽ ഉള്ള ഒരു കൊച്ചു ഭൂപ്രദേശമാണ് ഇസ്രയേൽ. ഈ സ്ഥലം
ഇത്ര ചെറുതാണെങ്കിലും അതിലുള്ള ആളുകൾ വിശ്വസിച്ചും പഠിച്ചും പ്രചരിപ്പിച്ചും പോന്നത് ഏക സത്യ ദൈവം എന്നൊരാശയമായിരുന്നു. അവർക്ക് വിഗ്രഹാരാധന ഇല്ല. അവർക്ക് ഏതെങ്കിലും തരത്തിലെ ഐക്കണുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇമേജുകളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയില്ല. എഴുതപ്പെട്ടൊരു പ്രമാണത്തിൻ്റെ വ്യവസ്ഥയുടെ പരിധിയിൽ നിയതമായൊരു രൂപത്തിൽ അവർ ഏക സത്യദൈവത്തെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കാണുകയും വിഗ്രഹസേവ നിഷിദ്ധമെന്ന് കരുതുകയും അത് ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയും സ്വന്തം സമൂഹത്തെ അതിൽ ഇടപഴകുവാൻ അനുവദിക്കാതെ സംരക്ഷിക്കുകയും അവണ്ണം മന്ത്രവാദ ആഭിചാരകർമ്മങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ രൂപപ്പെടാതെ കർശന വ്യവസ്ഥ പാലിക്കുകയും ചെയ്ത ഒരു മതസംഹിത ആണ്. അതുകൊണ്ട് തന്നെ പുറമെ ഇത്യാദി ആചാരദുരാചാരങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ അവർ പുറജാതികൾ എന്ന് കണ്ടു. അങ്ങനെ റോമൻ സർവാധിപത്യത്തിൻ്റെ കാലത്ത് റോമൻ പാഗൻ മതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന അവരുടെ ആചാരങ്ങളെയും ജൂതൻ ഗൗരവമായി കണ്ടില്ല. ഈ വൈരാഗ്യവും വിരോധവും മുൻനിർത്തി ജൂതന്മാർ പാർക്കുന്ന ഇസ്രയേൽ ആ രാഷ്ട്രത്തെയും അവിടെയുള്ള ജനതയെയും അവഹേളിക്കാൻ ജൂതന്മാരുടെ ശത്രുക്കളുടെ പേര് അവർ ഈ രാജ്യത്തിനിട്ടു, ഫെലിസ്ത്യർ. അങ്ങനെ ഇസ്രയേൽ എന്ന രാജ്യത്തെ ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്ന അർത്ഥത്തിൽ പാലസ്തീനിയ എന്ന് പറഞ്ഞു. കാര്യം മനസ്സിലായോ? ഈ റോമക്കാരിട്ട പേരാണ് പാലസ്തീൻ. അന്തിച്ചർച്ചകളിൽ വന്ന് പങ്കെടുക്കുന്ന ആളുകൾ പലരും പാലസ്തീൻ പാലസ്തീൻ എന്ന് പറയുമ്പോൾ ഇത്തരം ചരിത്രങ്ങളിലേക്ക് പോകാറില്ല. ഒന്നുകിൽ അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവരാർക്കോ വേണ്ടി സംസാരിക്കുന്നു. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. എന്നാൽ ഒരു വിരുദ്ധവാദം ചിലർ ഉന്നയിക്കാം. ഫെലിസ്ത്യരവിടെ ഉണ്ടായിരുന്നില്ലേ? അവർ ചെല്ലുമ്പോൾ അത് അവരുടെ നാടായിരുന്നില്ലേ? അതിൽ കുറെ ശരിയുണ്ട്. ആ ഒരു ചിന്ത പറയുമ്പോൾ അതിനും പൂർവ്വചരിത്രം എടുക്കണം. ഈ സ്ഥലം ഫെലിസ്ത്യരുമൊക്കെ വരും മുമ്പ് ഊർ ശാലോം എന്ന് നമ്മൾ വിളിക്കുന്ന യെറുസലേം പണ്ട് ഭരിച്ച ഒരു രാജാവുണ്ടായിരുന്നു, മൽക്കീസദേക്ക്. ആ മൽക്കീസദേക്ക് അവിടെ ഭരിച്ചുവെന്നും അബ്രഹാം മൽക്കീസദേക്കിനെ കണ്ടുവെന്നും ദശാംശം കൊടുത്തുവെന്നുമൊക്കെയുള്ള പഠനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അതിന് ശേഷമാണ് ഫെലിസ്ത്യർ അവിടെ വന്നത്. ഇനിയും പോട്ടെ, ഫെലിസ്ത്യരുണ്ട് എന്ന് വന്നാൽ ഫെലിസ്ത്യർക്കുള്ളത് 5 നഗരങ്ങളായിരുന്നു. ആ 5 നഗരങ്ങളെ ഫെലിസ്ത്യരുടെ പഞ്ചമഹാനഗരങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. അവ യഥാക്രമം അസ്തോദ്, എക്രോൻ, അസ്കലോൻ, ഗത്ത്, ഗസ എന്നിങ്ങനെ അറിയപ്പെട്ടു. ആ ഗസയാണ് ഇത് നമ്മൾ അറിയുന്ന ഗാസ. ഈ 5 പട്ടണങ്ങൾ വാസ്തവത്തിൽ ഫെലിസ്ത്യരുടേതല്ലേ? ആണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം. ഒരിക്കൽ അവർക്കിടയിലെ വലിയൊരു ചേവകൻ, ഒരു കരുത്തൻ, അവർക്കിടയിലെ വലിയൊരു മല്ലൻ ഇസ്രയേലിലെ ജനതയെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് ഒരു ദ്വന്ദ്വയുദ്ധത്തിനു തയ്യാറായി. ഗോതയിലിറങ്ങി നിന്നുകൊണ്ട് ആ മല്ലൻ പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരാളെ വെല്ലുവിളിക്കുന്നു, ഒരാൾക്ക് വരാം. ആയുധമെടുത്ത് പോരാടി എന്നെ തോൽപ്പിച്ചാൽ ഈ 5 നഗരങ്ങളും നിങ്ങൾക്ക് അടിമകളാകും. നിങ്ങൾക്കിടയിൽ എന്നെ പരാജയപ്പെടുത്താൻ ഒരു മല്ലനില്ലെങ്കിൽ ഇസ്രയേൽ മുഴുവൻ ഞങ്ങൾക്കാവും. നമ്മളത് ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ച് ദാവീദ് വിജയക്കൊടി പാറിച്ചതോടെ പഞ്ചമഹാനഗരങ്ങളും ഇസ്രയേലിൻ്റെ പക്ഷത്തെത്തി. ഇതൊരു കഥയായി വേണേൽ തള്ളിക്കളയാം. കാരണം എന്താ, 5 നഗരങ്ങൾ 2 പേര് വാത് വെച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഉപദേശിമാരിങ്ങനൊക്കെ പറയും എന്ന് തള്ളാൻ വരട്ടെ.
ഒരു 70 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു ഇത്. ചേവകർ പരസ്പരം പോരാടി സ്ഥലങ്ങൾ ഇങ്ങനെ വാതുവെച്ച് കൊടുക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. മാമാങ്കം എന്നായിരുന്നു അതിൻ്റെ പേര്. നിളയുടെ തീരത്ത് ചേവകർ പോരാടി സ്ഥലങ്ങൾ പന്തയം വെച്ച് പണക്കിഴികൾ പാരിതോഷികം നൽകി 70-80 ആണ്ടുകൾക്കപ്പുറത്ത് നമ്മുടെ നാട്ടിലും ഇതൊക്കെ നടന്നിരുന്നു. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ഇതൊക്കെ നടന്നിരുന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഈ സ്ഥലമൊന്ന് പരിചയപ്പെടാനാണ്. സന്തോഷമല്ലേ? അതുപോലെ ഇനി നമുക്കൊരുമിച്ച് ഇസ്രയേൽ എന്ന പാലസ്തീനിലേക്ക് പോകണം. ഇസ്രയേൽ എന്ന പാലസ്തീൻ, ഞാൻ പറഞ്ഞു, 120 മൈൽ ചുറ്റളവുള്ളൊരു ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തിൻ്റെ തെക്കൻ മുനമ്പ് യഹൂദ്യ എന്ന് അറിയപ്പെട്ടു. വടക്കൻ മുനമ്പ് ഗലീലിയ എന്നറിയപ്പെട്ടു. നടുക്ക് ശമര്യ എന്നും വിളിച്ചു. 3 പ്രോവിൻസുകൾ, 3 ഏരിയകൾ ഉണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റില്ല. അങ്കിൾ ഗൗരവത്തിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എങ്ങാനും ഇവിടെ സംസാരിച്ച് കേട്ടാൽ നിൻ്റെ കല്യാണം നടത്തും ഞാൻ. കാരണം ഈ കല്യാണം നടത്തുന്ന ഈ അച്ചടക്കമില്ലാത്ത ആളാണ് പെണ്ണ് കിട്ടുന്നത്. മനസ്സിലായോ? ഇതേ അനുഭവിച്ചവരോട് ചോദിക്കുക. അതിനാ പറഞ്ഞേ. ശ്രദ്ധിച്ചിരുന്നു? ഇതിപ്പോഴേ ഒരു ശിക്ഷ കിട്ടാനില്ല. അതിനാ ഈ പറഞ്ഞു. അംശമുണ്ടെ ആ മാത്തുലാസറപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ച് വചനത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഫെലിസ്തീനയുടെ പഞ്ചമഹാനഗരങ്ങളൊക്കെ ഇസ്രയേലിനായി. ഇത് മുഴുവൻ ഇസ്രയേലിനെ 3 ടെറിട്ടറികളായി വിഭജിച്ചിരുന്നു. 3 മേഖലകൾ. അതിൻ്റെ വടക്ക് ഗലീലിയ, തെക്ക് ജൂഡിയ അല്ലെങ്കിൽ യഹൂദ്യ, നടുക്ക് ശമര്യ. ഇതിലൊരു ഭൂപ്രദേശമായ ഗലീലിയ താരതമ്യേന അവികസിത മേഖലയാണ്. ആ നാടിന് ആ പേർ വരാൻ കാരണം അവിടെ ഒരു ജലാശയമുണ്ട്. ആ ജലാശയത്തിൻ്റെ പേര് നിങ്ങളറിയും, ഗലീലിയ കടൽ. ഈ ഗലീലിയ കടലിൻ്റെ മറ്റൊരു പേരാണ് തിബരിയോസ് കടൽ. ആ തിബരിയോസ് കടലിൻ്റെ അക്കരയ്ക്ക് നാം പോകാ എന്ന് യേശു പറഞ്ഞു. പ്രദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. അക്കരയ്ക്ക് പോകാം. ഈ തിബരിയോസ് എന്നൊരു പേര് ഗലീലിയക്കടലിന് വരാൻ കാരണം രാജ്യം ഭരിച്ച ചക്രവർത്തിയുടെ പേരാണ് തിബരിയോസ് കൈസർ. അയാളെ ഒന്ന് പ്രകീർത്തിക്കാൻ ആ സ്ഥലത്തിന് പേരിട്ടു, ആ കടലിന് പേരിട്ടു. ഞാൻ വീണ്ടും തിരുത്തുന്നു, കടലല്ല, ഇതൊരു ജലാശയം, ഒരു ലേക്ക്, ഒരു തടാകം. ഇതിന് മറ്റൊരു പേരുണ്ട്, നമ്മൾ അറിയുന്നൊരു പേരുണ്ട്, ഗന്നസരത്ത് തടാകം. നമ്മൾ അറിയുന്ന മറ്റൊരു പേരുണ്ട്, ബേത്സൈദ കടൽ. അപ്പോൾ ബേത്സൈദ, ഗന്നസരത്ത്, തിബരിയോസ്, ഗലീലിയ എന്ന് കേട്ടാൽ സംഗതി ഒന്ന് തന്നെ. ഇത് ഹെർമോന്യമലയുടെ മുകളിലെ ജലധാരകൾ വന്ന് സംഗമിച്ച് ഒരു പീഠഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന മലകൾക്കിടയിൽ ചാടി ആ മലനിരകളെ മുട്ടിത്തഴുകി ഒരു പാനപാത്രത്തിൽ വെള്ളമെടുത്തു വച്ചിരിക്കുന്നത് പോലെ ഓവൽ ഷേപ്പിൽ കിടക്കുക. മേശപ്പുറത്തൊരു പാനപാത്രം വച്ചിട്ട് വെള്ളം നിറച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ താഴ്വാരങ്ങളിലെ മലകൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ ആ മലകളെ ആ പാത്രം പോലെയാക്കി അതിനുള്ളിലാണ് ഈ വെള്ളം. ഏതാണ്ട് 3.5 മൈൽ വീതിയും 14.5 മൈൽ നീളവുമുള്ള ഈ തടാകത്തെ ജനം അവരറിവുകേട് കൊണ്ട് വിളിച്ചു കടൽ. എൻ്റെ കാരണമൊക്കെ ഞാൻ പിന്നെ പറയാം. കേൾക്കുന്നുണ്ടോ? അവിടെയൊക്കെ മനസ്സിലാകുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഫ്രണ്ട് വന്നിരിക്കാൻ പറയണേ. അതിനാ അതേ ഉള്ളു പോകുമ്പഴി. അല്ലേ ലുയ്യ? അല്ല, ഞാനായിട്ട് ഒരമിത ശബ്ദം പ്രയോഗിക്കുകയില്ല. ചില ആളുകൾ
ഈ മൈക്കും വെച്ചിട്ട് അമിത ശബ്ദം പ്രയോഗിച്ചു. ഓപ്പറേറ്റർക്ക് പിന്നെ പാടാം, മിക്സറിൻ്റെ സൗണ്ടാണോ ഇങ്ങേരുടെ സൗണ്ടാണോ എന്നുള്ള പ്രയാസം. ഞാൻ പഠിപ്പിച്ച ഒരു സഹോദരനെ വഴി കണ്ടു, സന്തോഷമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ കോഴിപ്പൂവിനെ ജീവനോടെ വിഴിഞ്ഞോ? ചുരുക്കി പറഞ്ഞാൽ 500 പേര് കൂടുന്ന സ്ഥലത്ത് 50,000 പേർക്ക് വേണ്ട ശബ്ദം സ്വന്തം നിലയിൽ കൈ നിട്ടാൽ അധിക നാൾ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിനാണ് ഞാൻ ഈ സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് കേൾക്കത്തില്ലേ, വേറെ ഒരു വഴിയില്ല, ഒരു പോകാൻ വഴിയില്ല. ശ്രദ്ധിച്ചിരുന്നോണം. അപ്പം തിരിച്ചു വരാം. അപ്പോൾ ഈ ഭൂപ്രദേശത്ത് ഈ മനോഹരമായ ഗലീലിയക്കടലിലെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. മധ്യപൂർവദേശത്തെ മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. ബാക്കി ഒറ്റ അറബി രാജ്യങ്ങളിൽ ഇങ്ങനൊരു സ്ഥലമില്ല. ശുദ്ധജല തടാകമാണ്. പക്ഷെ ഒരു പ്രതിസന്ധി അവർ കഴിഞ്ഞ പതിറ്റാണ്ടിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ ഒടുവിൽ നേരിട്ടു. 90കളിൽ അമിതമായ വെള്ളത്തിൻ്റെ ഉപയോഗം ഗലീലിയക്കടൽ വറ്റുന്നതിന് കാരണമായി. അതേക്കുറിച്ച് പഠിക്കാൻ ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച 3 രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകളെ അയച്ചു. അയൽ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, സിറിയ, യോർദാൻ. ഈ രാജ്യങ്ങളിലെ വിദഗ്ധന്മാരായ സയൻറ്റിസ്റ്റുകൾ ഈ സ്ഥലത്ത് ചെന്നു. അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. 1996 ആകുമ്പോഴേക്കും ഗലീലിയക്കടൽ വറ്റും. ഇസ്രയേൽ വെള്ളം എന്നത് നിധി പോലെ വിലയുള്ളൊരു വസ്തുവാകും. മാത്രമല്ല, അവിടെ വളർന്നു നിൽക്കുന്ന ചെടികളുണ്ട്, സുഗന്ധദായകങ്ങളായ വൃക്ഷങ്ങളും പുഷ്പലതാദികളുമുണ്ട്. ഒരു മനോഹര ഉദ്യാനം പോലെ കിടക്കുന്ന ആ നാട് കരിഞ്ഞുണങ്ങും. 96 അത്ര നാളെ കിട്ടിയുള്ളൂ. അവർ വിട്ടില്ല. വിദൂരങ്ങളിലുള്ള അവരുടെ നാടിനോട് ചേർന്ന് കിടക്കുന്ന മധ്യധരണിക്കടലുണ്ടല്ലോ, മെഡിറ്ററേനിയൻ. മധ്യധരണിക്കടലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പല തട്ടുകളിൽ നിറച്ച് ഹെർമോന്യമലയുടെ മുകളിൽ കയറ്റി. ഹെർമോന്യമലയുടെ മുകളിൽ വെച്ച് ജലം ശുദ്ധി ചെയ്ത് മിനറൽസ് വേർതിരിച്ചു, ധാതുക്കൾ, ലവണം വേർതിരിച്ചു, ഏറ്റവും ക്വാളിറ്റിയുള്ള ഉപ്പ് അവർ ലോകത്തിന് സംഭാവന ചെയ്തു. അവശേഷിച്ച വെള്ളം ഗലീലിയ തടാകത്തിൽ നിറച്ചു. 1993-96 ജലം കിട്ടാക്കനിയാകും, ഈ നാട് വറ്റുവരളും, ഇത് മുഴുവൻ നാമാവശേഷമാകും എന്ന് നിരീക്ഷണം നടത്തിയ 3 സയൻറ്റിസ്റ്റുകളുടെ നാട്ടിലേക്ക് കുപ്പികളിൽ നിറച്ച വെള്ളം കയറ്റി അയച്ച് ലാഭം കൊയ്യാൻ തുടങ്ങി. ഞാൻ നീട്ടി പറയുന്നില്ല, അവനുമായിട്ട് ആ കളി സൂക്ഷിച്ചാൽ മാത്രം മതി. തടി കേടാകാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ രാജ്യം അറിഞ്ഞു, ഇന്ത്യ ലോകത്തേറ്റവും അധികം ആയുധം വിൽക്കുന്ന രാജ്യം ഇസ്രയേലാണ്. ആയുധം വിപണി അവരുടേതാണ്. ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് നമ്മൾ ഇന്ത്യയാണ്. നോക്കണം, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളുടെ വലിപ്പമുള്ളൊരു രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ആയുധം വിൽക്കുന്നു. ഈ ആയുധം ഉപയോഗിച്ച കാർഗിൽ മേഖലയിൽ നിന്ന് നമ്മൾ തീവ്രവാദികളെ തുരത്തി ഇന്ത്യയുടെ ദേശീയ പതാക കാർഗിലിന് മുകളിൽ ഉയർത്തിയത്. പിന്നെ ഏത് രാജ്യത്തിനും അവരായുധം വിൽക്കും. ഇനി ഹമാസ് ചോദിച്ചാലും ആയുധം കൊടുക്കും, ഒരു പ്രശ്നമില്ല. അതെന്തൊരബദ്ധം അല്ലേ? നമ്മളായുധം അങ്ങോട്ട് കൊടുത്താൽ അവൻ ഇങ്ങോട്ട് പ്രയോഗിച്ചാലോ? നടക്കില്ല. അവൻ കൊടുക്കുന്ന ആയുധത്തിൽ അവൻ പ്രോഗ്രാം ചെയ്തു വെച്ചൊരു കാര്യമുണ്ട്, അവന് ടേക്കുകയില്ല.
അവനത് പ്രോഗ്രാം ചെയ്ത ആയുധമാണ് വച്ചിരിക്കുന്നത്, അവനിട്ടേക്കാത്ത തരത്തിൽ ആയുധം. അതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാൻ ഞാനിപ്പോൾ സമയം എടുക്കുന്നില്ല. യൂട്യൂബിൽ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അവനൊരു ഗണ്ണ് തന്നു, ഗണ്ണൊന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ, അവനൊരു ഗണ്ണ് തന്നു, ആർക്കിട്ടും വെടിവെക്കാം, പക്ഷേ ജൂതനപ്പുറത്ത് നിന്നാൽ പൊട്ടൂല. ഇങ്ങനെ കുറച്ചു നേരം വെക്കാമെന്നേ ഉള്ളൂ. അതായത് ചിലർ ഈ ഭൂതത്തെ പുറത്താക്കുന്ന സ്ഥലത്ത് അതിനൊരു മെയിൻ ആൾ കാണുമല്ലോ, അങ്ങേരില്ലാത്തപ്പോൾ ഒരു അസിസ്റ്റൻ്റ് കാണുമല്ലോ. അപ്പോൾ പുള്ളി ഈ ബൈബിളും ഒക്കെ കയ്യിലെടുത്തിട്ട് കുറച്ചു നേരം ചോദിക്കും, ഇതെന്താണെന്ന് മനസ്സിലായോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഭൂതം ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ഒരു സമനിലയെ ഗോളടിച്ച് പിരിയുന്ന പോലെ പോകും എന്ന് പറയുന്നത് പോലെ അവനെതിരെ അവൻ തന്ന ആയുധം വെച്ച് നീക്കാൻ നോക്കി ഏൽക്കുകയില്ല. ഇതൊന്നും പഠിക്കാതെ അവനോട് യുദ്ധത്തിന് പോകരുത്. നമുക്ക് മലയാളികൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലെ ഒരു ഉദാഹരണം പറയാം. ചീറിപ്പാഞ്ഞു പോകുന്ന ടിപ്പറിനെ ഓട്ടോറിക്ഷ കൊണ്ട് വിലങ്ങരുത്. ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ടിപ്പറിനെ 10 ഓട്ടോറിക്ഷ വിലങ്ങിയാലും കേൾക്കില്ല. അത്രയും പറഞ്ഞാൽ മനസ്സിലായി. ഞാനിത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞിട്ടിപ്പോൾ അവർ കേൾക്കണമെന്നൊന്നുമില്ല, ഞാൻ നമുക്ക് വേണ്ടി പറഞ്ഞാണ് എന്ത് സംഭവിക്കുമെന്ന്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മുൻകൂട്ടി പറയാൻ നമ്മളെ പഠിപ്പിച്ച ഒരു പവിത്ര ഗ്രന്ഥം കയ്യിലുണ്ട്. ആ ഗ്രന്ഥത്തിലുള്ളതാ യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തം, അവിടുത്തെ സുവിശേഷം. ഞങ്ങൾ ഈ സുവിശേഷമൊക്കെ പറയുന്ന ഇടത്ത് അതിൻ്റെ സാധ്യതകളെ സ്ഥിരീകരിക്കാൻ പ്രവചനങ്ങളെ കൃത്യം നിരത്തി സ്ഥാപിക്കും. അതുകൊണ്ട് ഈ ഗ്രന്ഥം മുഴുവൻ വാഗ്ദത്തങ്ങളുടെ സമാഹാരമാണ്. ഇതിൽ പറഞ്ഞതൊന്നും നടക്കാതിരുന്നിട്ടില്ല. വാഗ്ദത്തങ്ങളുടെ അക്ഷയ കനിയ നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഗ്രന്ഥമെങ്കിൽ അത് നെഞ്ചേറ്റിൽ ആളിച്ചുകൊണ്ട് പറയാം, ഉടയവനെ അങ്ങ് പറഞ്ഞതൊക്കെ കൃത്യതയോടെ നിറവേറുന്ന കാലത്തിൻ്റെ സായന്തനത്തിലാ അങ്ങയുടെ മക്കളായ ഞങ്ങൾ തിരുമുമ്പാകെ അണയുന്നത്. അതേ കർത്താവിനെയും ആ വചനത്തെയും ചൂണ്ടിക്കാട്ടി, യേശു എന്ന അക്ഷയനായ ആ ദൈവപുത്രനെ ചൂണ്ടിക്കാട്ടി സുവിശേഷത്തിന്റെ തത്വസംഹിത, അതിന്റെ ഉള്ളടക്കം ഈ രാത്രി കേൾപ്പവരുടെ ഉള്ളിൽ തറയ്ക്കുമാർ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഗലീലിയ കടലിലേക്ക് വരണം. താരതമ്യേന ഈ തെക്കൻ മേഖലയായ യെറുസലേം അല്ലെങ്കിൽ യഹൂദിയ, യെറുസലേം അവിടെയാണ്. നമ്മൾ പാടുമല്ലേ യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ എന്നൊക്കെ പറയുന്ന ബേത്ലഹേമൊക്കെ അവിടെയാണ്. ആ സ്ഥലത്ത് അത് വലിയ വികസിത നഗരമാണ്, ഡെവലപ്ഡ് സിറ്റിയാണ്. അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി അയോധ്യയും ബാബറി മസ്ജിദും ഒന്നുമല്ല, ഈ യെറുസലേമാണ്. ആ യെറുസലേമിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് സമ്മേളിക്കുന്ന ദേവാലയം, ആ ദേവാലയ പരിസരങ്ങളിൽ പുരോഹിത ശ്രേഷ്ഠന്മാർ, മഹാപുരോഹിതൻ്റെ പ്രധാനപ്പെട്ട വാസസ്ഥലം, പീലാത്തോസ് എന്നറിയപ്പെടുന്ന ഭരണാധികാരിയുടെ കൊട്ടാരവും അനുബന്ധ സംവിധാനങ്ങളും, ഹെരോദാവെന്നറിയപ്പെടുന്ന രാജാവിൻ്റെ രാജധാനി, കാലാൾപ്പടയുടെ കുതിരപ്പടയുടെ ഒക്കെ കേന്ദ്രങ്ങൾ, മതപാഠശാലകൾ, വഴിപാട് സാമഗ്രികൾ വിറ്റഴിക്കുന്ന കടകമ്പോളങ്ങൾ, അങ്ങനെ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് യഹൂദ്യ. അതിനോട് ചേർന്ന് കിടക്കുന്നു രാജനഗരിയായ ബേത്ലഹേം. ആ രാജനഗരിയിൽ ബേത്ലഹേമ്യനായ ഈശായിയുടെ മകനായി ദാവീദിൻ കുലത്തിൽപ്പെട്ട നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. വളർന്നതും പ്രവൃത്തിക്ക് തിരഞ്ഞെടുത്തതും നസർ ബെയ്ത്ത് എന്നറിയപ്പെടുന്ന നസ്രത്തിലായിരുന്നു. ശരി പ്രയോഗം നസർ ബെയ്ത്ത്. യേശു തൻ്റെ പേരിനൊപ്പം സ്വീകരിച്ച അപരാഭിധാനം, സർനെയിം, നസ്രായനായ യേശു. നമുക്കാണ് സ്വീകരിക്കാൻ അല്പം പ്രയാസമുണ്ട്. അവികസിതമായ ഒരു മേഖല. ഗലീലിയൻ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത
ഈ കാണുന്ന കടലിൻ്റെ അക്കരയും ഇക്കരയും പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന 20 പട്ടണങ്ങൾ. പട്ടണമെന്ന് പേരുണ്ടെങ്കിലും യഹൂദന്മാരാണ് അവിടെ പാർക്കുന്നതെങ്കിലും സമ്പസ്ഥിതി വളരെ മോശം. ആ നാട്ടിലെ മനുഷ്യൻ്റെ ഉപജീവനത്തിൻ്റെ വഴി മത്സ്യബന്ധനമാണ് പ്രധാനം. അനുബന്ധ തൊഴിലുകളുണ്ട്. വള്ളമുണ്ടാക്കുക, വലയുണ്ടാക്കുക, അതിൻ്റെ കേടുപാടുകൾ തീർക്കുക, മത്സ്യബന്ധനത്തിന് വരുന്ന ആളുകൾക്കുള്ള റെസ്റ്റോറൻറ്റുകൾ, അവരുപയോഗിക്കുന്ന ചെരുപ്പുകൾ, തുകലുൽപ്പന്നങ്ങൾ ഇവയൊക്കെ നിർമ്മിക്കുക ഇത്യാദി തികച്ചും ഗ്രാമീണമായ ലാളിത്യത്തിൽ കഴിഞ്ഞിരുന്ന ഈ സ്ഥലം പൊതുവെ അവഹേളിക്കപ്പെടുന്ന ഒരിടമായി അന്നത്തെ ആളുകൾ കണ്ടു. രണ്ടു കൂട്ടരും യഹൂദന്മാരാണ്. പക്ഷെ യഹൂദിയായിലെ യഹൂദൻ സമ്പദ് സമൃദ്ധിയുടെയും അതുപോലെ ദേവാലയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അറിവിൻ്റെയും തർക്കസംഗതികളുടെയും ഒക്കെ വിധി പറയാൻ കഴിയുന്ന പുരോഹിത ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യം കൊണ്ടും ഈ പഴയ നിയമഗ്രന്ഥങ്ങൾക്ക് പകർത്തിയെടുത്ത് നടത്തുന്ന ശാസ്ത്രിമാരെ പോലെയുള്ള പ്രഗത്ഭന്മാരുടെ ഇടപെടൽ കൊണ്ടും ലോകപ്രസിദ്ധമായപ്പോൾ ഗലീലിയ പ്രസിദ്ധമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഏറെ അവഹേളിക്കപ്പെട്ട് കിടന്ന സ്ഥലം. തെളിവ് നിങ്ങൾക്ക് ഞാൻ തരാം. നമ്മുടെ കർത്താവായ യേശുവിനെ ജൂതന്മാർ പരിഹസിച്ച് വിളിക്കുന്നൊരു പേരായിരുന്നു ഗലീലിയൻ. നമ്മുടെ പത്രോസിനോട് ചോദിച്ചേ, നീയും ആ ഗലീലിയനൊപ്പം സഭ രൂപവൽക്കരിക്കപ്പെട്ട അന്ന് ആത്മനിറവിൻ ശക്തിയെ പുണർന്ന നമ്മെ നോക്കി ലോകം വിളിച്ചു പറഞ്ഞു, ഈ സംസാരിക്കുന്നവരൊക്കെ ഗലീലിയക്കാരല്ലയോ? അപ്പം ചർച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തുടങ്ങിയതാ ഈ അവഹേളനം. 2000 ആണ്ടായി നമ്മളത് കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മൾ തോൽക്കില്ല. പ്രതിബന്ധങ്ങളെ പ്രചോദനങ്ങളാക്കി വളർന്ന മാർഗം, തകർന്ന് തകർന്ന് പണി ചെയ്തെടുത്ത മാർഗം, പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത മാർഗം, 10 റോമൻ ചക്രവർത്തിമാർ നീണ്ട 3 നൂറ്റാണ്ടുകൾ കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ സർവശക്തിയും എടുത്ത് ശ്രമിച്ചിട്ടും തകരാത്ത മാർഗം, ആ മാർഗത്തെയും അതിൻ്റെ ഗുരുവായ, അതിൻ്റെ കാൽപ്പനികനായ ആചാര്യനായ സർവശ്രീ യേശുക്രിസ്തുവിനെയും ഉലകത്തിൽ ഉയർത്തുക. അവനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, രക്ഷ അവനിൽ കൂടി മാത്രം. ഹല്ലേലൂയ. ഡീഷ്യസ് എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു പണ്ട്. ഇയാൾക്ക് ക്രൈസ്തവരോട് ഭയങ്കര വെറുപ്പ്. അതിന് കാരണമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളോട് ഒരു കാരണവുമില്ലാതെ വെറുക്കുന്ന മനുഷ്യരില്ലേ? നേരത്തെ പരിചയമൊന്നുമില്ല, നമ്മളെ കണ്ടാൽ വെറുപ്പ്. ലോകമേ, എന്തിനാണ് ഞങ്ങളെ വെറുക്കുക? എന്ത് ദോഷമാണ് നമ്മൾ സമൂഹത്തിന് ചെയ്തത്? നമുക്കറിയില്ലേ, കുമ്പനാടുള്ള കൺവെൻഷൻ്റെ പ്രായം 100 കവിഞ്ഞു. മുളക്കുഴി അങ്ങനെ തന്നെ, പുനലൂരും അങ്ങനെ തന്നെ. അതിപ്പോൾ അടൂരെത്തിയിട്ടുണ്ട്. 1 നൂറ്റാണ്ട് പിന്നിടുന്നു ഈ കൺവെൻഷനുകളുടെ ചരിത്രം. 1 നൂറ്റാണ്ട് പിന്നിടുന്ന കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ കൺവെൻഷൻ, പിന്നെ ഏതാണ്ട് 1/2 നൂറ്റാണ്ടിലധികമായ ഷാരോൻ്റെ കൺവെൻഷൻ, ഇതര കൺവെൻഷനുകളുണ്ട്. ആട്ടെ, ബഹുമാനപ്പെട്ട ഭരണകൂടമേ, നാളിതുവരെ ആയിട്ട് ഇവിടുന്ന് ഒരു പെറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കണ്ടല് പറ. ഒരു പെറ്റി കേസേ, പടക്കം പൊട്ടിച്ച് തിരക്കിൽ ഓടിപ്പോയി 50 പേർ മരിച്ചു. കേട്ടിട്ടുണ്ടോ? ഇല്ല. ആഹാരവസ്തുക്കൾ തികയാതെ വന്നു അടി നടന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മളായിട്ടത് മാറ്റാതിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ കുഴപ്പമൊക്കെ നാട്ടുകാർക്ക് അറിയാം, പക്ഷേ ഞങ്ങളുടെ ഗുണം അറിയാം. അല്ല, അവിടെ പോലീസിനെ കണ്ടിട്ടുണ്ട്. പോലീസ് റോഡിലൊക്കെ ഉണ്ട്. നമ്മൾ അറിയിക്കണം, നിയമത്തിൻ്റെ ഭാഗം അത്. ഈ കളക്ടർ കൺവെൻഷൻ നടക്കുന്ന ഒരാഴ്ച കുമ്പനാട് കൺവെൻഷൻ ഏറിയായിട്ട് പ്രഖ്യാപിക്കും. 1 കിലോമീറ്റർ ചുറ്റളവ് കൺവെൻഷൻ ഏറിയാണ്. നമുക്ക് വേറെ ഒന്നും അവിടെ പറ്റില്ല, നിയമമാണ്. മറ്റ് കൺവെൻഷനെ കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. പണ്ടേ ഉള്ള ജനത്തിരക്ക് പരിഗണിച്ച്
അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആ റോഡും വഴിയും ഒക്കെ നോക്കുക. അല്ല നമ്മുടെ കൺവെൻഷൻ സ്ഥലത്തല്ല പോലീസ്. എന്തിനാ പറഞ്ഞേ? വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അവയൊക്കെ അണിയായിട്ട് പറക്കും. ഹല്ലേലൂയ. അനിഷ്ട സംഭവങ്ങളോ ദുസൂചനകളോ അധാർമികമായ കാര്യങ്ങളോ സാമാന്യനീതിക്ക് നിരക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു കേസും ഈ ഒരു നൂറ്റാണ്ടിനകത്ത് നമ്മളെക്കുറിച്ച് ഇല്ലെന്ന്. പിന്നെ പക്ഷെ നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. വിഷയത്തിൽ നിന്ന് ഒരല്പം പുറത്തോട്ടൊന്നിറങ്ങാൻ പരിവഹിക്കല്. നമ്മളൊക്കെ ഒരു പരസ്യവും നടത്താൻ നിന്നാ ചില പിള്ളേർ വന്ന് ഇതങ്ങ് തടയും. ഇവിടെ ഇത് വേണ്ട, പിന്നെ എവിടെ വെക്കണ്ടേ? ഇവിടെ ഇത് വേണ്ടെന്ന്. അപ്പോൾ ഈ പരസ്യവും നടത്തുന്ന ആളുകളോട് ഒരു കാര്യം പറയാം. ചില ആളുകൾ വന്നിട്ടപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ മഹത്വവും ഗുണവും ഒക്കെ പറയും. അതിലൊരു തെറ്റുള്ളത് ഞാനൊന്ന് തിരുത്തുക. PYPയുടെ ഒരു യോഗം മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് തിരുവല്ലയിലുണ്ടായിരുന്നു. ആ കുട്ടികൾ എന്നെ പ്രസംഗിക്കാൻ വിളിച്ച് തിരുവല്ല ടൗണിൽ അവർ റാലിയൊക്കെ നടത്തിയിട്ട് അവിടെ സമാപിച്ചു. ബഹുമാനപ്പെട്ട രാജ്യസഭ ഉപാധ്യക്ഷനായിരുന്ന നമ്മുടെ PJ കുര്യൻ സാറാണ് അതിൻ്റെ ഉദ്ഘാടകൻ. ഉദയഭാനു സാറൊക്കെ ഉണ്ട്, CPMൻ്റെ അന്നത്തെ സെക്രട്ടറി. അതിലാരോ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ രാജ്യം തന്നെ പാടുന്നത് ലോകസമസ്ത സുഖിനോ ഭവന്തു, ഈ പാരമ്പര്യമുള്ള നാടാണ്. ഞാൻ കയറിയപ്പോൾ അത് തിരുത്തി. ഞാൻ പറഞ്ഞ കുറേ വർഷം സാറ് ഇങ്ങനെ പറയില്ല. കാരണം ഇതിൻ്റെ ആദ്യം പലരും പാടാറില്ല ശ്ലോകത്തിൻ്റെ. എൻ്റെ ആദ്യം അറിയാം, ഞാൻ ഇടയ്ക്കും തന്നെ പാടിക്കാൻ. ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. ഗോക്കൾക്കും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ ലോകത്തിന് സുഖമാണ്. മനസ്സിലായില്ലേ? പലരും ഈ ഭാഷയുടെ കനത്തിലാണ് തെറ്റ് പ്രചരിപ്പിക്കുന്നത്. ചിലതരം ഭാഷകൾ അണികൾക്ക് വഴങ്ങാതെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിലെന്തോ ചിന്തയുണ്ടെന്നൊക്കെ പറയും. അറബി, സുറിയാനി, സംസ്കൃതം ഇതൊക്കെ കാട്ടി പേടിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കുന്നത്. അങ്ങനെയല്ലേ? നമുക്കറിയാത്തൊരു ഭാഷയിൽ എന്തൊക്കെയോ പറയുമ്പോൾ ഇത് സംഭവമാണെന്ന് തോന്നുന്നു. അതിന് വല്ലവനെന്തിനാ പറഞ്ഞു? നമ്മൾ തന്നെ ചിലപ്പോൾ അന്യഭാഷ പറഞ്ഞാൽ മനുഷ്യനെ പേടിപ്പിക്കുന്നു. വല്ലവനെയും പറയണ്ടല്ലോ, നമ്മുടെയും കൂടെ കാര്യം പറയണല്ലോ അല്ലേ? സ്തോത്രം. ചിലരതുകൊണ്ട് തെറ്റിദ്ധരിക്കും. കാരണം ഈ ചില ആളുകൾ നമ്മൾ ഈ യോഗത്തിനൊക്കെ ചെന്നാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കൈയടിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൈ തന്നെ ചോദിക്കും എപ്പോഴാണ് വന്നതെന്ന്. കുറച്ച് നേരമായി. പിന്നെ ഇതിൻ്റെ ബാക്കി പറയും. അതിൻ്റെ ഇടയ്ക്ക് ചെവി ചോദിക്കും ചായ വിത്തൗട്ടാണോ, അന്നേരോ ഈ അന്യഭാഷ പറയും. ചായ കൊണ്ട് തന്നിട്ട് അല്പം കഴിഞ്ഞിട്ട് പറയും അന്യഭാഷ പറഞ്ഞുകൊണ്ട് വന്നിട്ട് പറയും ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇരിക്കും. മനുഷ്യന് സംശയം വരുമെന്ന് ഇത് കേട്ടാൽ ആദ്യം ഇതങ്ങ് പറഞ്ഞ് തീർക്കണം. മനസ്സിലായോ? ഇത് കളിക്കാനൊന്നുള്ള ഭാഷയല്ല. ഹല്ലേലൂയ. നമുക്കെല്ലാം കുറച്ച് നേരം അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാമെന്ന് പറഞ്ഞാൽ പ്രേരണയില്ലാതെ പറയാൻ പറ്റുമോ? പ്രേരണയില്ല, പറയാൻ പറ്റില്ല. ആത്മപ്രേരണ വേണം. പാടുന്ന സഹോദരങ്ങളെല്ലാം ഒത്തു ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ പാട്ട് പാടുന്ന സഹോദരങ്ങൾ പറയാറുണ്ട്, പ്രസംഗിക്കാൻ നമ്മൾ ആളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പ്രസംഗിക്കുന്ന നേരം കൂടെ ഒരു പാട്ടങ്ങ് പാട്. ഇപ്പോൾ വിടുതൽ വ്യാപരിക്കുന്നു, റൈറ്റ് നൗ. ഇതിനൊക്കെ ആൾ വരുമെന്ന്. പിന്നെ ഞങ്ങളെന്തിനാണ് വരുന്നത്? ഞങ്ങളുടെ പണിയും കൂടെ കയറി ചെയ്തിട്ട് അത് കുളമാക്കി കിടന്ന് തീർക്കുക. ഇത് ചെയ്യരുത്. ആ നേരം കൂടെ നല്ല താലന്ത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പാടിക്കണം. ഹല്ലേലൂയ. നന്നായിട്ടങ്ങ് പാടിക്കണം. നിങ്ങളുടെ വിളി അതിനാണ്. സ്തോത്രം. അങ്ങനെയല്ലേ? അപ്പം തിരിച്ചു വരാം. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് വിഷയത്തിൽ വരാവേ. നമ്മൾ ഈ പരസ്യമൊക്കെ നടത്തുമ്പോൾ ചില കുഞ്ഞുങ്ങളങ്ങ് തടഞ്ഞിട്ട് നമ്മൾ ബ്രിട്ടീഷ് ചാരന്മാരാണെന്നും അമേരിക്കൻ പണമാണെന്നും അമേരിക്കൻ ചാരന്മാരാണെന്നും
ഒക്കെ പറഞ്ഞ് സംസാരിക്കും. ചില ആളുകൾ മനസ്സുകൊണ്ടെങ്കിലും നേരാണെന്ന് ചിന്തിച്ചിട്ടുള്ളവരുമുണ്ട്. ഇല്ലേ, ശരിയാണ് ബ്രിട്ടീഷുകാരായിട്ട് നമുക്കെന്തോ അങ്ങനെയല്ല, അവിടെ ഒന്ന് തിരുത്തി വിടുക. ഇന്ത്യ 700ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു പണ്ട്. ചെറിയ ചെറിയ രാജ്യങ്ങൾ, 600-ന് മുകളിൽ 700-ൽ താഴെ. എന്തിന്? കൊച്ചു കൊച്ചു രാജ്യങ്ങൾ. ചങ്ങനാശ്ശേരി, എഴുമറ്റൂർ പോലൊരു രാജ്യമായിരുന്നു, കേട്ടുണ്ടാവും, നാട്ടുരാജ്യമാണ്. പിന്നെ രാജ്യം അതിൻ്റെ മീതമുണ്ട്, ഇത് നാട്ടുരാജ്യം. നാടുവാഴി, അതിന് മീതെ രാജാവുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഈ നാടുവാഴികൾ ഈ കൊച്ചു കൊച്ചു സ്ഥലങ്ങളെയൊക്കെ ഭരിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സെൻറ്ററിൻ്റെ വലിപ്പം പോലും ഇല്ല ഒരു നാട്ടുരാജ്യത്തിന്. തെറ്റിദ്ധരിക്കല്ല്, ഞാൻ ഓർക്കാറുണ്ട് ഈ നാടുവാഴികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ട് നമ്മുടെ സെൻട്രൽ പാസുമാർ കഴിയുന്നത്. അസൂയ കൊണ്ട് പറഞ്ഞല്ല, നിങ്ങൾ അതിലേറെ വലിയവരാകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ആൾക്ക് മനസ്സിലാകാൻ പറഞ്ഞ. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാർ, ഇന്ത്യയിലെ മുഴുവൻ നാട്ടുരാജാക്കന്മാരുടെ ചരിത്രം പരതിയാൽ അതിൽ ക്രിസ്ത്യാനി എന്ന് പറയാവുന്ന പേരുകൊണ്ടെങ്കിലും ക്രൈസ്തവനായ ഒറ്റ ഒരാളേ ഉള്ളൂ. അയാളുടെ പേര് വില്ലാർവട്ടം തോമാ രാജാവ് എന്നായിരുന്നു. മണിഗ്രാമം എന്നറിയപ്പെടുന്ന 5 തെങ്ങെന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ ഭൂപ്രദേശത്ത് വില്ലാർവട്ടം രാജാക്കന്മാർ ഒരു രാജകുടുംബം ഉണ്ടായിരുന്നു. ബാക്കി 90% രാജാക്കന്മാരും ഇന്ത്യയിലെ ക്ഷത്രിയ രാജാക്കന്മാരായിരുന്നു. ബാക്കി ഏകദേശം 10% ഈ വില്ലാർവട്ടത്തെ ഒഴിവാക്കിയാൽ ബാക്കി മുഗളന്മാരുടെ പിന്മുറക്കാരായ മുസ്ലിം ഭരണാധികാരികളായിരുന്നു. പേരുകൊണ്ടെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇന്ത്യ ഭരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു രാജ്യം ഭരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേരളത്തിൽ മണിഗ്രാമം എന്നറിയപ്പെടുന്ന വില്ലാർവട്ടം കുടുംബമാണ്. ആ കുടുംബം ഭരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കേ ബംഗാളിൽ നിന്ന് സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട പതുക്കെ പതുക്കെ ഇങ്ങ് കയറി വന്നു. അതിന് മുമ്പേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പലത് ഇവിടെ ഉണ്ട്. ഫ്രഞ്ചുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, പോർച്ചുഗീസുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1 അല്ല 3 ഉണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി അങ്ങനെ ഇന്ത്യയിലെത്തി. അപ്പോൾ നമ്മുടെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ നല്ല അടിയാണ്. അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോൽക്കും ശക്തി പോരാ എന്നറിയുമ്പോൾ ഒരു നാട്ടുരാജാവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കത്തിടും, അല്ലെങ്കിൽ അവരെ അറിയിക്കും, ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? സായിപ്പ് നോക്കി നിൽക്കുക, ഒരു ചാൻസ് ഉണ്ടോ? സഹായിക്കാം. അപ്പോൾ പറയും, ഇങ്ങനെ വടക്ക് പറവൂര് മുതൽ തെക്കിന്നത് വരെയുള്ള ഞങ്ങളുടെ അതിര്, അത്രയും അതിരിനുള്ളിലുള്ള ശേഷം നാട്ടുരാജാക്കന്മാരെ തുരത്തി ആ മണ്ണ് തിരിച്ചു പിടിക്കണം. അവർ പറയും ചെയ്യാം, പകരം ഞങ്ങൾക്കവിടെ കൃഷിസ്ഥലം തരണം, ഞങ്ങൾക്കവിടെ കണ്ടോണമെൻറ്റുകൾ സ്ഥാപിക്കാൻ സ്ഥലം തരണം. തരാം. മാത്രമല്ല, സ്ഥിരം ഒരു പട്ടാള പിക്കറ്റിങ് വേണമെങ്കിൽ, നാളെ മറ്റാരും വന്ന് നിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ഞങ്ങൾ സൈനികരെ ഇടാം, ഞങ്ങൾക്കൊരു കപ്പം തരണം. ജനങ്ങളെന്ന് പിരിച്ചാൽ മതിയല്ലോ, അതും തരാം. അങ്ങനെ ഇവരിവിടെ വന്ന് കിടക്കും, കരാർ എഴുതും. അടി തീരത്തില്ല, അടുത്ത രാജ്യമായിട്ട് വീണ്ടും അടി. അപ്പോൾ ഈ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ യുദ്ധം വലിയ കട്ടിയാണ്. മോശം യുദ്ധം അല്ല നമ്മൾ ചെയ്തേ. നമ്മുടെ യുദ്ധം പോലും അന്തസ്സുള്ള യുദ്ധമാണ്. എതിരാളി ഒന്ന് വണങ്ങണം, സൂര്യനെ നമസ്കരിക്കണം, മണ്ണിനെ നമസ്കരിക്കണം, മാതാപിതാക്കളെ ഓർക്കണം, ഗുരുവിനെ ഓർക്കണം, എന്നിട്ടാണ് അടി. മാന്യമാരി അടിയല്ലേ. ഒരുത്തനെ എതിരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, സുഖമായിട്ടൊക്കെ ഇരിക്കുമെന്ന് ചോദിച്ചു ഒന്ന് പൊട്ടിക്കുക. നല്ലൊരു യുദ്ധമാണ്. കേട്ടാൽ തന്നെ ഒരു ഐശ്വര്യം അല്ലേ, അച്ഛാ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ. ഇതായിരുന്നു ഇന്ത്യയുടെ ഒരു, ഇനി പട്ടാളക്കാരുടെ വേഷവും രസകരമായിരുന്നു. ഒരു വലിയ തലപ്പാവ്, അതിലൊരു രാജമുദ്ര, നല്ല കൊമ്പം മീശ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വസ്ത്രം വേണ്ടെടുത്ത് ഒരു 4-5 കനം ഒരു തുണി. ഇതായിരുന്നു അന്നത്തെ പട്ടാളത്തിൻ്റെ വേഷം. ഈ ട്രൗസറും ഒക്കെ കൊണ്ടുവന്ന സായിപ്പാ. ഇതൊക്കെ പാശ്ചാത്യ, പാൻറ്റും ട്രൗസറും ഒക്കെ പാശ്ചാത്യമാണ്. അത് ഇട്ടുകൊണ്ട് നടക്കുന്നവർ ഓർത്താൽ മതി. അതുപോലും സായിപ്പിൻ്റെയാ, എന്നിട്ടാ നമ്മളെ ഈ വെല്ലുവിളിക്കുന്നില്ലേ.
പാശ്ചാത്യം പാശ്ചാത്യം എന്ന് പറയുമ്പോൾ 100 വർഷം മുള്ള ഇന്ത്യ ചരിത്രം പഠിക്കണം. ഈ കവാത്തൊക്കെ നടക്കുമ്പോൾ ഓർക്കണം, ആര് തന്നു ഇത്? സായിപ്പ്. ഇനിയും കേട്ടേ. എന്നിട്ടേ ഇത് മോശമല്ല പടയാളി കിട്ട. ഒരുത്തനൊരു 10-22 പേരെ അടിച്ചു മലർത്തും. മർമ്മമൊക്കെ നോക്കിയുള്ള കുത്താണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ചില നിയമങ്ങൾ ഞാൻ വേഗത്തിൽ നിന്ന് പറഞ്ഞുവിടാം. നമ്മുടെ രാജ്യത്ത് നടന്ന യുദ്ധം: അണിവിട്ടുപോയവനെ കൊല്ലരുത്, പ്രമാദം പറ്റിയവനെ പിന്തിരിഞ്ഞോടിയവനെ കൊല്ലരുത്, വാദ്യക്കാർ, വീണമീട്ടുന്നവർ, വെള്ളം കൊണ്ടുവരുന്നവർ, പാട്ടുപാടുന്നവർ, ഇവരെ ഒന്നും കൊല്ലരുത്. നിങ്ങളുടെ കാര്യം രക്ഷപ്പെട്ടു. ഇനിയുണ്ട്, കാലാളോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ. കുതിരപ്പുറത്തിരിക്കുന്നവൻ കുതിരപ്പുറത്തോട് മാത്രം. അങ്ങനെ ലക്ഷ്യമില്ലാതെ യുദ്ധം ചെയ്യരുത്. ഇനി ഇതൊന്ന യുദ്ധമുണ്ട്. അതിൻ്റെ നിയമം: എതിരാളി വരുമ്പോൾ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നവൻ ഗജവടിവിൽ നിവർന്ന്, എന്ന് പറഞ്ഞാൽ ആന നിവരുന്ന പോലെ നിവരണം. ഗജവടിവിൽ നിവർന്ന് സിംഹത്തഞ്ചം പിടിച്ച്, സിംഹം നിൽക്കുന്ന പോലെ നിന്ന് ചാടി വീണാക്രമിക്കണം. അതിനു മുമ്പ് രാഹുകാലം നോക്കണം, ഗുളികോദയം നോക്കണം, സംഗതിയൊക്കെ സമയം കറക്റ്റായിരിക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് നമ്മുടെ കാരണവന്മാർ യുദ്ധത്തിനിറങ്ങി. എല്ലാം കറക്റ്റായിരുന്നു. രാഹുകാലം കറക്റ്റായിരുന്നു, ഗുളികനുദിച്ചോ എന്നൊക്കെ നോക്കി. ഗജവടിവിൽ നിവർന്നു, സിംഹത്തഞ്ചം പിടിച്ചു, വ്യാക്രം ഗർജിക്കുന്ന പോലെ നിന്ന് ഗർജിച്ചു, ചാടിച്ചെന്നു, സായിപ്പ് തോക്കെടുത്ത് കാച്ചി. ഇന്ത്യ മൊത്തം അവൻ്റെ കയ്യിലിരുന്നു. കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ഇന്ത്യയെ മൊത്തവും ചില്ലറയുമായി സായിപ്പിന് വിറ്റവൻ്റെ കൊച്ചുമോൻ വന്നിട്ട് പറയാ, ഇതിവിടെ വേണ്ടെന്ന്. കുഞ്ഞെ, നീയാ വിറ്റേ? എൻ്റെ കാർന്നൊരു വിറ്റതാ ഇന്ത്യയെ. ഞങ്ങൾക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഒറ്റ രാജാവേ ഉള്ളൂ, നസ്രാണി ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒറ്റ ഒരാൾ, ഒരു കൊച്ചു രാജ്യം. അപ്പോൾ ആരാ വിദേശിക്ക് വിറ്റേ? അതുകൊണ്ട് ചരിത്രം ഞങ്ങളെ കൊണ്ട് അധികം പറയിപ്പിക്കില്ല. ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ സംവാദം ഇന്നില്ലേ? ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താ? അതിപ്പോൾ ഒറ്റയ്ക്കൊന്ന് ഒപ്പന കളിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കൊന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കൊന്ന് സമൂഹഗാനം പാടാൻ പറ്റുമോ? ആളില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിങ്ങനെ സിംഹത്തഞ്ചം പിടിച്ച് നിൽക്കുക, വാ വാ എന്ന് വിളിച്ച്. ആരില്ല. പണ്ടിതെല്ലായിടത്തും സ്ഥിതി എന്തൊക്കെയായിരുന്നു വെല്ലുവിളി. ഞങ്ങളുടെ ആരെയും കഴിവല്ല. ഈ പുസ്തകം തരുന്ന ശക്തി, അത് അത്യന്ത ശക്തി, ഞങ്ങളുടെ സ്വന്തം അല്ലെന്ന്. ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. മാറ്റൊന്നും കൂടിയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മോൻ്റെ കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. അവനിതിൻ്റെ ഈ സംവാദമൊക്കെ നടത്തുന്നൊരു പയ്യനാണ്. ഞാനവിടെ ഒരു കാര്യം പറഞ്ഞു, അപ്പം ഞങ്ങളൊന്നും ഈ സംവാദത്തിന് വേണ്ട. ഒരു 100-150 പിള്ളേരെങ്കിലും ആരിച്ച് ഗുണിച്ച് ഹരിച്ച് കൃത്യം പഠിച്ച് മർമ്മത്തടിക്കാൻ പാകത്തിന് ഇങ്ങനെ കാത്തു നിൽക്കുക. വാ, നമ്മളൊന്നും ഈ ഫീൽഡിലേ വേണ്ടെന്ന്. അഭിമാനം തോന്നുന്ന യുവതലമുറ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ സംവാദവേദികൾ കുറേ കൂടി കരുത്തുറ്റതാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഞങ്ങളായി തുടങ്ങിയല്ല കേട്ടോ. ബർന്നബാസ്, അപ്പൊല്ലോസ്, പൗലോസ് 3 പേരുടെ ശുശ്രൂഷ പഠിക്കണം. ഒരാൾ വന്ന് യഹൂദന്മാരെ മിണ്ടാതാക്കി, അടുത്തയാൾ വന്ന് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. അപ്പൊല്ലോസ് വന്നവരെ പരസ്യമായി ഖണ്ഡിച്ചു. അപ്പോൾ ഒരുത്തൻ ഖണ്ഡിക്കും, ഒരുത്തൻ മിണ്ടാതാക്കും, ഒരുത്തൻ തെളിയിക്കും. എന്നിട്ട് പൗലോസ് പറയാ, ഇത് കൂട്ടുത്തരവാദിത്തത്തിൻ്റെ വേല. ഞങ്ങൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. ആ കൂട്ടുത്തരവാദിത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനവധി സുഹൃത്തുക്കൾ ഈ മേഖലയിൽ ഉണർന്നപ്പോൾ സ്ഥിതിയൊക്കെ അങ്ങ് മാറി. അതുകൊണ്ട് പഠിക്കണം. പരസ്യം നടത്തവരും മറ്റ് സഭാശുശ്രൂഷ ചെയ്യുന്നവരും ദൈവദാസന്മാരെല്ലാം ഗ്രഹിച്ചോണം. അങ്ങനെ പേടിച്ച് തലകുനിച്ചൊന്നും ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ ആശയം ഇഷ്ടം പോലെ ഉണ്ടല്ലേ. അതുകൊണ്ട് സമൃദ്ധമായി പുസ്തകം. ഇപ്പം ഗലീലയിലേക്ക് വരാം. ഭയമൊക്കെ മാറിയില്ലേ? പേടിയൊക്കെ മാറിയില്ലേ? രക്തത്തിൽ ആശ്രയിച്ചിരുന്നോണം. രക്തത്തിൽ ആശ്രയിച്ചാൽ മതി. ചിലർ അതിന് പകരം
ഗബ്രിയേൽ മിഖായേൽ കാവൽ വരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് അതിലൊരു അബദ്ധം തിരിച്ചറിഞ്ഞു. ആ പ്രാർത്ഥനയിലൊരു അബദ്ധമുണ്ട്. ചിലർ നിസാര കാര്യത്തിന് പറയും ഗബ്രിയേൽ മിഖായേൽ. എന്തോ കാര്യത്തിന്? ഒരു കോഴിക്കൂട്, എക്സ്റേ പോലൊരാട്, പശുവിൻ്റെ കൂട്ട് ഏതാണ്ടൊരു സാധനം, ഇതിനെ നോക്കാനാ ഗബ്രിയേൽ. പക്ഷേ ആ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ DGP വരികയില്ല, അതിന് ലോക്കൽ പോലീസുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ പ്രാർത്ഥനയ്ക്ക് ഒരു കണക്കുണ്ടെന്നല്ലേ? ഭയം വരുമ്പോഴൊക്കെ ആ രക്തത്തിൽ അഭയം പ്രാപിച്ച് ചേർന്ന് നിന്നാൽ മതി. അവിടുന്ന് തീരുമാനിക്കുക ഏതെനം ദൂതനെ എടുത്ത് പ്രയോഗിക്കണം. അവൻ്റെ പക്കൽ ഇരിക്കല്ലേ ഇഷ്ടം പോലെ. ഇതുവരെ പ്രയോഗിക്കാത്ത ആയുധങ്ങൾ അവൻ്റെ പക്കലുണ്ടെന്ന് യോബിൻ്റെ പുസ്തകത്തിൽ പറയുക. മഞ്ഞുകട്ടയുടെ ഭണ്ഡാരം, ആ ഹിമത്തിൻ്റെ വീട് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. നമ്മളറിയാത്ത ഒത്തിരി സാധനം ഉണ്ടെന്ന്. ഇടയ്ക്ക് വെളിപ്പാട് പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മളാരും പ്രസംഗിക്കാത്ത വേറെ സാധനം കിടക്കുന്നു കേട്ടോ. ചമാത്തിലെ ശ്രദ്ധ 10ാം അധ്യായത്തിൽ പറയുക, 7 ഇടിയും നാദം മുഴക്കിയത് ഞാൻ എഴുതുവാൻ ഭാവിച്ചു. അവൻ എന്നോട് കുഞ്ഞെ എഴുതരുത്, ആ വിട്ടേക്കാൻ. എൻ്റെ അർത്ഥം എന്താ? നമ്മളാരും അറിയാത്ത അടി വേറെ ഇതിനകത്ത് കിടപ്പുണ്ട്, മിണ്ടണ്ടെന്ന്. മിണ്ടിപ്പോയ പുസ്തകം ഇങ്ങനെ തീരുകയില്ലെന്ന് കണ്ടോ. ഇഷ്ടം പോലെ ആയുധ സന്നാഹമുള്ള ആ മഹാദൈവത്തെയാ നമ്മൾ സേവിക്കുന്നെങ്കിൽ ഒന്ന് ഉറപ്പാക്കി പോകണം, നിനക്കെതിരെ വരുന്ന ഒരായുധവും വലിക്കയില്ല, നിനക്കെതിരെ രൂപപ്പെടുന്ന ഒരു രേഖയും വലിക്കയില്ല, ഒരു ഗൂഢാലോചനയും നിനക്ക് ഭവിക്കയില്ല. മന്ത്രതന്ത്രാദികളുടെ, ആഭിചാര ക്രിയകളുടെ, ഗൂഢവിദ്യകളുടെ, സകലമായ രഹസ്യങ്ങൾ രൂപപ്പെടുന്ന തന്ത്രങ്ങളുടെ ഒരായുധവും വലിക്കാതെ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നവന്റെ ജയത്തിന്റെ വടി തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന വാഗ്ദത്തം നമ്മുടെ സിരകളിൽ ഒരു പുത്തൻ അനുഭവമായി, ഒരു പ്രതിരോധമായി രൂപപ്പെടട്ടെ ഈ രാത്രി. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കൊരു വിടുതലുണ്ട്. നമുക്ക് മാത്രമല്ലെന്നേ, ആര് കാത്തിരിക്കും അവർക്കെല്ലാം ഈ വിടുതലുണ്ട്. സ്തോത്രം. അപ്പോഴേ നമ്മുടെ കർത്താവ് നസ്രായൻ എന്ന പേര് സ്വീകരിച്ചു. എൻ്റെ കാരണം അന്നത്തെ ആൾക്കാരോടൊന്നും പറഞ്ഞില്ല. ഇത് പറഞ്ഞന്ന് പൗലോസേ, ബേദലഹേമനായ ഈശായിയുടെ കൊച്ചുമകൻ എന്തേ നസ്രായൻ എന്ന പേര് സ്വീകരിച്ചു? അതിന് കാരണമുണ്ട്. ഒന്നൊരു പ്രവചന നിവൃത്തിയാ, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. അത് മത്തായിയും പറഞ്ഞു. വേറൊരു കാരണമുണ്ടേ, അത് ബൈബിളിൽ നേരിട്ട് എഴുതിയിട്ടില്ല. അത് ഞാൻ നടത്തിയൊരു കണ്ടെത്തല, അതങ്ങോട്ട് പറഞ്ഞേക്കാം. പൗലോസിൻ്റെ പിന്നെ പറയാം. ഞാൻ നടത്തിയൊരു കണ്ടെത്തൽ പറയുന്നതിന് വിരോധമുണ്ടോ? ഇല്ല. ഈ നസർ ബെയ്ത്ത് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നസർ ബെയ്ത്ത്. ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പല ഉച്ചാരണവും തെറ്റാ. ബേദലഹേമല്ല, ബെയ്ത്ത് ലഖേം അതാ പറയണ്ടേ. പിന്നെ അങ്ങനെ അത്രയും ഈ വെപ്പുവല്ല് വെച്ചവരൊന്നും പറഞ്ഞ് വിഷമിക്കരുത്. ഉപദേശി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാന്നൂറ് തവകടം ഉണ്ടാക്കലിൽ ബെയ്ത്തിലഖയും എന്നൊന്നും പറയണ്ട. പിന്നെ സായിപ്പിന് അത് വഴങ്ങാത്തതുകൊണ്ട് അവർ ബേദലഹയും എന്നങ്ങ് പറഞ്ഞു. ഇനി അത് പോട്ടെ. ബെയ്ത്തിലഖയർത്ത് ദ ഹൗസ് ഓഫ് ബ്രെഡ്. അതുപോലെ നസർ ബെയ്ത്ത് അർത്ഥം കൊമ്പിരിക്കുന്ന സ്ഥലം. കൊമ്പെന്ന് പറഞ്ഞാൽ ആട്ടിൻ കൊമ്പ്. മുമ്പേ പറഞ്ഞ പോലെ ആടെന്ന് പറഞ്ഞാൽ നമ്മളാ വളർത്തുന്ന എക്സ്റേ അല്ല കേട്ടോ, ആ സാധനമല്ല. ഇതിൻ്റെ കൊമ്പ് കണ്ടാലേ നടുങ്ങും. ഈ കൊമ്പ് തുരന്ന് അതിനുള്ളിലെ ഭാഗമൊക്കെ കളഞ്ഞ് അതിനകത്ത് ഇടിച്ചെടുത്ത തെളിവായ ഒലിവെണ്ണ പകർന്ന് വിശേഷ കൂട്ടുകൾ കുട്ടി അടച്ച് വർഷങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നൊരു പതിവുണ്ട്. അതുണ്ടാക്കുന്ന സ്ഥലമായിരുന്നു ഈ പറയപ്പെടുന്ന നസ്രത്ത്. ഈ ചുമ്മാ കൊടുക്കില്ല, വലിയ വിലയാണ്. എത്ര വില കൊടുത്താലും കിട്ടണമെന്നില്ല. പുരോഹിതൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ കിട്ടൂ. രാജാവിനെ, പുരോഹിതനെ ഒക്കെ അഭിഷേകം ചെയ്യാൻ ഇവിടെ നിന്ന് ഈ അഭിഷേക തൈലം നിറച്ച കൊമ്പ് കൊണ്ടുപോകുന്നത്. ഞാൻ നമ്മുടെ കക്ഷി ചോദിച്ചത്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ?
പുരോഹിതന്റെ ആജ്ഞ കിട്ടാതെ ഇതൊന്നും ഇവിടുന്ന് ചലിക്കുന്ന ഏർപ്പാടില്ലെങ്കിൽ നഥനയിൽ ചോദിക്കുക, വല്ല നന്മയും വരുമോ? ഉത്തരം പറയാൻ കഴിയാതിരുന്ന കക്ഷി പറഞ്ഞു, എനിക്കൊന്നും പറയാൻ അറിയത്തില്ല, വന്ന് കാണാൻ അറിയത്തില്ല, ഇത് പറഞ്ഞാൽ മതി. നമ്മളവിടെ കിടന്നങ്ങ് ഉരുളുക, അതും ഇതും വിളിച്ചു പറയുക. അങ്ങനെ പറഞ്ഞു, വന്നങ്ങ് കാണ്. അതിനാ ഞങ്ങൾ യോഗം വച്ചിരിക്കുന്ന, വന്നങ്ങ് അനുഭവിക്കുക, ഇത് വന്ന് ആസ്വദിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ, ഉലകത്തിന് വേണ്ടിയുള്ളതാ. വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചവനെ ഇതുവരെ കാണാത്ത വെളിപ്പാടിന്റെ വഴികളിലൂടെ സ്കാൻ ചെയ്ത് അവന്റെ ജീവിതത്തിന്റെ ആകത്തുകയെ അങ്ങോട്ട് വെളിപ്പെടുത്തിയപ്പോൾ അവൻ ചോദിക്കുക, എന്നെ എവിടെ വച്ചറിയും? ഇത് ചെറിയൊരു ടിപ്പായിരുന്നു യേശു പറഞ്ഞു കൊടുത്തത്. ഞാൻ അപ്പുറത്തുള്ളതൊക്കെ അറിയാതെ ദാവീദ് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അല്പം കൂടെ കടത്തി പറയാ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഒരു സൈഗോട്ടായി രൂപപ്പെടുമ്പോഴേ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ നിന്റെ കുറിപ്പിൽ ഇങ്ങനെ എഴുതി സൂക്ഷിച്ചു. ആ കുറിപ്പിന്റെ വഴിത്താറിലൂടെ വളർന്ന നമ്മൾ ഇന്ന് ഈ പ്രായം വരെ എത്തിയതെങ്കിൽ ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ നമുക്ക് പരിപാലനം നൽകുന്ന മഹാദൈവത്തിന്റെ കരുണയ്ക്ക് കീഴില നമ്മൾ ഇന്ന് വന്നിട്ടുള്ളേ. സ്തോത്രം. ഇത് ആ നസറത്തിന്റെ അടുത്ത ചരിത്രമെങ്കിൽ പൗലോസേ എന്തുകൊണ്ടവൻ നസറായൻ എന്നറിയപ്പെട്ട് പറയും? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ അവൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന്റെ ആനുകൂല്യം പറ്റിയ ഞാനിവിടെ വന്നത്, നിങ്ങളിവിടെ വന്നത്, ജനകോടികളിൽ സുവിശേഷം കേട്ടത്, കേട്ടുകൊണ്ടിരിക്കുന്നത് യോഗ്യതയല്ല, എല്ലാം അവിടുത്തെ കാരുണ്യം, കാരുണ്യം, കാരുണ്യം. യോഗ്യമല്ലാത്തത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ യോഗ്യത ഉള്ളതാക്കി തീർത്ത ദൈവപുത്രനാണ്. അതുകൊണ്ട് നസ്രായൻ എന്ന പേര് സ്വന്തം പേരിനോട് അവൻ ചേർത്തു. ഇനിയുണ്ട്, അവിടുന്ന് തൻ്റെ പ്രവൃത്തിക്ക് തിരഞ്ഞെടുത്തതെല്ലാം ഈ ഭൂപ്രദേശമാണ്, ഈ ഗലീലിയ. ഞാൻ ഇത്രയും നിങ്ങൾ ശാന്തമായി കേൾക്കുന്നത് കൊണ്ട് ഒരു ചരിത്രം കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താം. ചരിത്രം വിരസമല്ലല്ലോ അല്ലേ? അത് ബൈബിളിൽ നിന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കാം, അപ്പോൾ അത് ശരിയാവും. എന്തു പറയുന്നു? അപ്പോൾ കുഞ്ഞെ അതൊന്ന് വായിച്ചേ, നല്ല വായനയാണ്. ആ കുഞ്ഞെവിടെ ഇരുന്ന് വായിക്കുന്ന അറിയത്തില്ല, ഞാൻ കുറച്ചുകൂടായിട്ട് നോക്കാം. കടുംതൂക്കളുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന പ്രാവേ ഒന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. റെഫറൻസ് പറഞ്ഞിരുന്നു, അഡ്വാൻസായിട്ട് പറഞ്ഞു. 1 രാജ 9:10 മുതൽ. ശ്രദ്ധിക്കണം. ഇതേ ഈ ഗലീലിയായുടെ ഒരു പഴയ ചരിത്രം ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. ശലോമോന്റെ കാലത്ത് ഈ ഗലീലിയയ്ക്ക് എന്തു പറ്റി? അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് 950ഓളം സംവത്സരം, 920ഓളം വർഷങ്ങൾക്ക് മുമ്പ് എന്തു സംഭവിച്ചു? വായിച്ചേ. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം. നിനക്ക് ശലോമോൻ ദൈവത്തിന്റെ ആലയവും സ്വന്തം വീടും കൂടെ എന്തിനാണെന്നറിയണ്ടേ? സിമെൻറ്റും കട്ടയൊക്കെ ഒരേ കണക്കിലെടുക്കാവുന്നു, പള്ളിക്കുള്ളതും വീടിനുള്ളതും. കണ്ടോ? അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അയാൾ ജ്ഞാനിയായിരുന്നു. ഇനി ബാക്കി വായിച്ചു. പണിത ശേഷം സോർ രാജാവായ ഹീരാം. ഇങ്ങനെ മറക്കരുത്, സോർ എന്ന് ടൈർ എന്ന് വിളിക്കുന്ന രാജ്യം. ആ രാജ്യം അന്ന് ഭരിച്ച രാജാവിൻ്റെ പേരാണ് ഹീരാം. ഈ സോർ പൊതുവെ സമ്പന്നമാണ്. ബൈബിളിൽ എവിടെ നോക്കിയാലും സോറിനെ പറ്റി പറയുന്നിടത്ത് പത്മരാഗക്കല്ലുകളും പവിഴമുത്തുകളും സ്വർണ്ണനിർമ്മിതങ്ങളായ വസ്തുക്കളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കും. മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനെക്കുറിച്ചൊരു വിലാപം കഴിച്ച് അവനെക്കുറിച്ച് പറയേണ്ടതെന്തെന്നാൽ, അവിടെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ലൂസിഫറിൻ്റെ നിർമ്മിതിയെപ്പറ്റി പറയുന്നുണ്ട്. താമ്രമണി, പീതരത്നം, മാണിക്യം, മരതകം, വൈഡൂര്യം, സകലവിധ രത്നങ്ങളും ഈ നാടിനെക്കുറിച്ച് പറയുന്നിടത്ത് വരും. സമ്പന്നമാണ്. ഇനി നമുക്കിത് പരിചയമുള്ളൊരു വേദഭാഗമുണ്ട്, 45-ാം സങ്കീർത്തനം. അവിടെ എന്താ പറയുന്നത്? സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. വായിച്ചിട്ടില്ലേ? ഈയിടയ്ക്കൊരു ദേവദാസൻ അത് തെറ്റിച്ചു വായിച്ചു. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീസർ തങ്കമണി നിൽക്കുന്നു.
ഇത് വായിക്കാൻ കൊടുത്തില്ല, അതിലും വലിയ ശല്യം. കൊടുത്തപ്പോൾ വായിക്കുക, നിൻ്റെ വലത്തുഭാഗത്ത് ഓഫീസർ, ബാക്കി വല്ല അല്ലയോ കുമാരി കേൾക്ക നോക്ക. ആര്? തങ്കമണി. ആ കുഞ്ഞ് നേരെ അത് വായിക്കുന്ന തെറ്റിക്കല്ല്, വായിച്ചോണം. രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് അവിടെ അത് ശരിയാക്കി. ഞാൻ നോക്കായിരുന്നു എന്തോ ചെയ്യുന്നതെന്ന്. ചില വായിച്ച സരള മരം കൊടുത്തു എന്നോ, ആ പേരങ്ങനെ വരുന്നുണ്ടേ. ഗൾഫിൽ പോയ ഒരുത്തൻ അമ്മയ്ക്കും ഭാര്യയ്ക്കൂടെ ഒരു കത്തെഴുതി വെച്ച, 2 കത്ത്. ഇത് രണ്ടും വന്ന് കിട്ടിയത് ആ പെണ്ണിൻ്റെ കയ്യിലാണ്. അവൾ പൊട്ടിച്ച് വായിച്ചപ്പോൾ കത്തിൽ എഴുതിയിരിക്കുകയാണ്, ഗൾഫിൽ ചെന്നുള്ള ജീവിതമല്ലേ അത്, സൗദി അറേബ്യ, പള്ളിയില്ല, ആരാധനയില്ല. പുള്ളി പഴയ കാലത്ത് യോത്തിന് പോകാൻ പറ്റാത്ത കാര്യമെല്ലാം എടുത്ത് അതിങ്ങനെ ഓർമ്മയെന്ന് എഴുതുക. അന്ന് അമ്മയോടൊപ്പം കൈപിടിച്ച് ആലയത്തിലേക്ക് പോയ പൂർവ്വകാലം എനിക്കിനിയും മറക്കാൻ പറ്റുന്നില്ല. ഉറങ്ങുമ്പോഴെല്ലാം അത് ഓർമ്മ വരുന്നു, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഓർമ്മ വരുന്നു. പെണ്ണ് ഭയങ്കര ബഹളം. കാരണം അവൾ വായിച്ചത് അന്ന് അമ്മ എന്നുള്ളത് വായിച്ച അന്നമ്മയെന്നായിപ്പോയി. അന്നമ്മയുടെ കൈ പിടിച്ചെന്നുള്ളത് അന്നമ്മയുടെ കൈ പിടിച്ച് പണ്ട് പള്ളിയിൽ പോയിരുന്നു. ഒരക്ഷരത്തിന് കൊടുക്കേണ്ടി വന്ന വില അതിൻ്റെ സൂക്ഷിച്ച് വായിച്ചോണം. നമ്മുടെ ആൾക്കാരായി എവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പിടിയില്ല. വളരെ ശ്രദ്ധിച്ച് വായിച്ചോണം. വായിച്ചോ. സരളമരം പിന്നെ സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് കണ്ടോ, ശലോമോൻ 20 കൊല്ലം കൊണ്ട് പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സരളമരം, ദേവദാരു, സ്വർണം ഇഷ്ടം പോലെ ആര് കൊടുത്തു? ഹീരാം. ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. കണ്ടോ, എത്ര പട്ടണം കൊടുത്തു? 20 പട്ടണം. ഒരു പട്ടണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത്ര? 20 എണ്ണം കൊടുത്തു. എടുത്തോളാൻ പറഞ്ഞു. ബാക്കി എന്തായി? ബാക്കി ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് ഗലീലാ ദേശത്ത് 20 പട്ടണം, നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് 20 പട്ടണങ്ങളെ കൊടുത്തു. അത് കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. സോരിൽ നിന്ന് കണ്ടേക്കാം. എന്നാൽ അവ അവന് ബോധിച്ചില്ല. എന്തായിരിക്കും കാര്യം? അപരിഷ്കൃതരായ മനുഷ്യര്, വലയും പടകം നന്നാക്കുന്ന കുറേ മനുഷ്യര്, നിരാശ ബാധിച്ച മുഖങ്ങൾ, മദ്യവും മദിരാശിയും വീഞ്ഞും അനുബന്ധ ഉൽപ്പന്നങ്ങളും കൊണ്ട് വിലപേശുന്ന തെരുവുകൾ, സന്തോഷം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ശാലീന സുന്ദരമാണ് ഈ നാടെങ്കിലും മദ്യലഹരിയിൽ തകർന്നു പോകുന്ന, പലവിധത്തിലുള്ള പ്രതിസന്ധികളിൽ അമർന്നു പോകുന്ന, ആരൊക്കെ നോക്കിയിട്ട് ഉദ്ധരിക്കാൻ കഴിയാതെ വല്ലാതെ കിടക്കുന്ന ഈ നാട് കണ്ട് ഹീരാം അമ്പരന്നു. എങ്ങനെ പ്രതികരിച്ചു? സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചു. എൻ്റെ പൊന്നു സഹോദര ശലോമോനെ, നീ ഈ തന്ന പട്ടണം എന്തിന്? ഇതെന്ത്? എന്തിനാ ഇത് കൊടുത്തതെന്ന് മനസ്സിലായോ? ആള് ജ്ഞാനിയായിരുന്നു, അതുകൊണ്ട് കൊടുത്ത. വേണ്ടാത്തെല്ലാം കൂടെ തട്ടി എടുത്തോളാൻ. അങ്ങനെ വേണ്ടാത്ത 20 പട്ടണങ്ങൾ, വേണ്ടാത്ത മനുഷ്യർ, വേണ്ടാത്ത ഇടങ്ങൾ, അവികസിതങ്ങളായ ഇടങ്ങൾ, സന്തോഷം നഷ്ടപ്പെട്ട വീടുകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ട ഇടങ്ങൾ. ദുരിതപ്പെട്ടവർക്കൊന്നും വേണ്ട. ഇതാ പഞ്ചാബിൽ ഇപ്പോൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് എന്താ അറിയാമോ? പഞ്ചാബിലൂടെ സഞ്ചരിക്കണമായിരുന്നു. ഒരു കാലത്തെ മുറുക്കാൻകടയിൽ എഴുതി വെച്ചിട്ടുണ്ട്, തോക്ക് വിൽക്കപ്പെടും. അത് വാങ്ങാനോ ഉപയോഗിക്കാനോ അറപ്പില്ലാത്ത സർദാർജിമാർ. പക്ഷെ പണ്ടൊരു സർദാർജി ഈ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്തു. സാധു സുന്ദര സിംഗ് നഗ്നപാതനായി തലങ്ങും വിലങ്ങും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ സഞ്ചരിച്ചു. ഒരിക്കൽ മാർത്താണ്ഡവർമ്മയെ കാണാൻ അവസരം കിട്ടി. മാർത്താണ്ഡവർമ്മ രാജാവായിരിക്കും കാലത്ത് സാധു സുന്ദര സിംഗിനെ ചെന്ന് കാണാൻ ചെല്ലുക. കാവൽ നിന്ന ആ സൈനികൻ ചെന്നിട്ട് രാജാവിനോട് പറയുക, പ്രഭു, ഒരു ജീസസ് നിൽക്കുന്നു എൻ്റെ മുമ്പിൽ. പണ്ട് സാധു സുന്ദര സിംഗ് എന്ന സാധു മനുഷ്യൻ പഞ്ചാബിൽ
ആ മണ്ണിൽ ആരംഭിച്ച സുവിശേഷത്തിൻ്റെ വിപ്ലവം എല്ലാത്തരം ദുരന്തങ്ങളെയും തകർത്ത് ഇരുട്ടിൻ്റെ കോട്ടകളെ ഇടിച്ച് ഒറ്റക്കൊരു മനുഷ്യൻ തുടങ്ങി വെച്ച പ്രസ്ഥാനം കാലമേറെ കഴിഞ്ഞപ്പോൾ ഇന്ന് ഇന്ത്യയിൽ അതിശക്തം സഭകൾ വളരുന്ന ഒരു മേഖലയായി മാറിയെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അതാണ് ആത്മശക്തി. ഞാനൊരു കാര്യം പറയുന്നതിൽ ദൈവദാസന്മാരെ ക്ഷമിക്കണം. ഇത്രയും ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ഇതൊന്നും ഈ പാസ്റ്ററുടെയോ ഇവിടെ വന്ന എൻ്റെയോ പാടുന്ന നമ്മുടെയോ വചനം കേട്ട് വന്നതല്ല. പിന്നെ എങ്ങനെ വർഷങ്ങൾക്കപ്പുറത്തെ ഈ ബൈബിളൊന്ന് വെക്കാനും ഒന്നിരുന്ന് പ്രാർത്ഥിക്കാനും ഒരു സോഡ കുടിക്കാൻ പോലും പണമില്ലാതെ കുറേ മനുഷ്യർ തലങ്ങും വിലങ്ങും ഈ വഴിയിലൂടെ പോയി. കൂക്കി വിളിച്ചും ഒറ്റപ്പെടുത്തിയും അവഹേളിച്ചും അവരെ ഇതുവഴി കല്ലെറിഞ്ഞുമൊക്കെ ഓടിച്ച മണ്ണിൽ ആ കല്ലെറിഞ്ഞ കുടുംബങ്ങൾക്ക് ശാപമല്ല അവൻ വരുത്തിയത്. അന്നും അവർ പ്രാർത്ഥിച്ചു, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ. ഏത് സ്തേഫാനോസ് പ്രാർത്ഥിക്കും, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പൗലോസ് രൂപപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ രൂപപ്പെട്ട പൗലോസ് ആ കുടുംബത്തിൽപ്പെട്ടവരാ ഇന്ന് ഞാനും നിങ്ങളുമായി ഇവിടെ ഇരിക്കുമെങ്കിൽ, ആരോ വിതച്ചതിന്റെ ഫലം കൊയ്ത് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമെങ്കിൽ വിഷമമൊന്നും വേണ്ടെന്നേ. ഇന്ന് രാത്രി വിശ്വാസത്താൽ വിതച്ചു കൊള്ളണം. ഒരു പുതുതലമുറ ഫലം കൊയ്യാൻ നാളുകളധികം കഴിയും മുമ്പ് ഒരു ബൃഹത് ജനക്കൂട്ടമായി, ഒരു മഹാപ്രവാഹമായി ഇതുവഴി വരുമെന്ന കാര്യത്തിൽ സംശയം ദേശം വേണ്ട. ഭക്തനൊരു കാര്യം പറയും, നീ പോയി കടലിൽ നോക്കിക്കൊള്ളുക. അവർ നോക്കിയിട്ട് വന്നിട്ട് പറയുക, ഒരു കരം പൊങ്ങുന്നത് പോലെ ഞാൻ മേഘം കാണുന്നുണ്ട്. പ്രാർത്ഥനയുടെ മുഴങ്കാൽ വയ്ക്കുന്ന ഭക്തന് ഒരു മേഘം പൊങ്ങുമ്പോൾ കരം ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയ, ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. നീ റെഡിയായിക്കൊള്ളണം, കാത്തിരുന്നു കൊള്ളണം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും അത് വരും നിശ്ചയം, അത് സാധിച്ചെടുക്കും നിശ്ചയം. പ്രാർത്ഥിച്ച ഭക്തന്റെ കണ്ണീരിന് മറികടക്കാത്ത മഹാദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെന്നേ. അനവധി പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ ഉത്തരമാ ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമെങ്കിൽ ഈ പുസ്തകം കയ്യിലെന്തി അഭിഷിക്തന്മാരെ ഒന്നുറപ്പിക്കണം. ഒരു പരസ്യയോഗവും വ്യർത്ഥമല്ല, ഒരു ട്രാക്ട് വിതരണവും വ്യർത്ഥമല്ല, ഒരു പാട്ടും വ്യർത്ഥമല്ല, ഒരാകാംക്ഷയും വ്യർത്ഥമല്ല. സുവിശേഷത്തിന് വേണ്ടി എന്ത് നിങ്ങൾ ചെയ്തോ ഒന്നും വ്യർത്ഥമല്ലെങ്കിൽ ഇന്ന് ഈ മുറ്റം വേർതിരിച്ചേ, ഈ വീട് വേർതിരിച്ചേ, യേശുവിന്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു പ്രവൃത്തിക്കും ഫലമില്ലാതെ വരികയില്ല. വിശ്വാസത്താൽ ഒന്നുകൂടി പറഞ്ഞട്ടെ, എന്റെ പുതുതലമുറ ഫലം കൊയ്തെടുക്കാൻ ഇതുവഴി വീണ്ടും വീണ്ടും വരും. ഒരു പുതുതലമുറയെ സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്താൽ ഇന്ന് രാത്രി വിതയ്ക്കുന്നു. ഉദ്ദേശം സാധിക്കാതെ മടങ്ങി വരാത്ത ഈ ദൈവത്തിന്റെ വചനം ഉയർത്തിക്കൊണ്ട് അതിൽ അഭിരമിക്കുന്ന യേശുവിന്റെ രക്ഷകർത്തൃത്വം ഈ ദേശത്തിന് അവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്ഥലത്തിന് നാട്ടുകാരൊരു പേരിട്ടെന്നു. മോളെ അതുകൂടെ വായിച്ചട്ടെ. അവയ്ക്ക് ഇന്ന് വരെയും കാബൂൾ ദേശം എന്ന പേരായിരിക്കുന്നു. 20 പട്ടണത്തിനൂടെ നാട്ടുകാരിട്ടൊരു പേര് എന്തെന്നാ? ദ ലാൻഡ് ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ ദേശം, അജ്ഞതയുടെ ദേശം. ഈ പേര് കിട്ടി നാട് എത്ര നാൾ കിടന്നറിയണ്ടേ? 1000 ആണ്ട്, 920 പരം വർഷം. ഒരു സഹസ്രാബ്ദം മുഴുവൻ നാടറിയപ്പെട്ടു ഇരുട്ടിൻ്റെ ദേശം. ഈ 20 പട്ടണങ്ങളും കൂടിക്കിടക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഇരുട്ടിൻ്റെ ദേശം. അതൊരു സത്യമാണ്. ഞാനതിൽ ചില 1-2 സ്ഥലങ്ങളൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലമുണ്ട്, കപ്പർനഹൂം. നമ്മുടെ മലയാളം ബൈബിളിൽ കഫർനഹൂം എന്ന കിടപ്പുണ്ട്. ശരി പ്രയോഗം കപ്പർനഹൂം. ഇപ്പോൾ അത് തെറ്റിയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നിത്യതയൊന്നും ബാധിക്കാൻ പോകുന്നില്ല. കപ്പർനഹൂം എന്ന വാക്കിൻ്റെ അർത്ഥം നഹൂമിൻ്റെ പട്ടണം. നഹൂമിനെ ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രവാചകൻ. അധികം പേര് ഓർക്കത്തില്ല. എൻ്റെ കാരണം വളരെ ചെറിയൊരു പുസ്തകമാണ്. എന്തിനാ അദ്ദേഹം എഴുതിയെന്ന് പോലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സ്തോത്രം. ഈ പ്രവാചകനൊരു പ്രശ്നമുണ്ട്. ഇരമ്യാവാണെങ്കിൽ കരയുന്ന പ്രവാചകൻ, ഏലിയാവാണെങ്കിൽ തീഷ്ണതയുള്ള പ്രവാചകൻ, ഇങ്ങനെയൊക്കെ പേരുണ്ടെങ്കിലും ഈ നഹൂമിനെ അറിയപ്പെടുന്നത് ശാപത്തിൻ്റെ പ്രവാചകൻ. ഉദാഹരണം നിങ്ങൾ പറയാ, കുഞ്ഞേ
എൻജിനീയറിങ്ങിന് അഡ്മിഷന് പേപ്പറിൽ അയച്ചിരിക്കുക. ഒന്ന് പ്രാർത്ഥിക്കണേ. വേണ്ട, അത് കിട്ടാൻ പോകുന്നില്ല. പോകോ അച്ഛനേ ICUവില്ല. ഇന്ന് കാണുമ്പോൾ ഒരു വിടുതലുണ്ട്. പ്രാർത്ഥിക്കണേ. ഒരാവശ്യമില്ല, പെട്ടെന്ന് ഫ്യൂണറലിനുള്ള പരിപാടി ചെയ്തു. പോകോ. അപ്പോൾ അടുത്ത ദിവസം തന്നെ ടിക്കറ്റ് ഓക്കെ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, കിട്ടത്തില്ല. ഇതായിരുന്നു നഹൂം. അപ്പോൾ എനിക്ക് ഇന്ന് അങ്ങനെ അത് വായിച്ചപ്പെടാൻ, കാര്യം പഠിച്ചപ്പെടാൻ മനസ്സിലായത് ഇയാളുടെ ഈ പുസ്തകം ഇത്രയും ചെറുതാകാൻ കാരണം ഇത് തന്നെയാണ്. പ്രോഗ്രാമില്ല, ആര് വിളിക്കാനാ? ഇദ്ദേഹത്തിൻ്റെ പട്ടണമാണ് കഫർനഹൂം. കുറേ അങ്ങോട്ട് മാറിയൊരു സ്ഥലമുണ്ട്, നയീൻ. അവിടെ ഒരു പാവം വിധവ, ഭർത്താവ് മരിച്ചു, ഒരു മോനുണ്ടായിരുന്നു, അവനും അടുത്ത കാലത്ത് മരിച്ചു. അവിടെ മുഴുവൻ കണ്ണീരും വിലാപവും. ഇനിയും കുറേ അങ്ങോട്ട് മാറിയൊരു സ്ഥലമുണ്ട്, ചരിത്ര പ്രസിദ്ധമായ കാന. അവിടെ ഒരുത്തൻ്റെ കല്യാണമാണ്. ഭക്ഷണം തീർന്ന് പോട്ടെ, കൈ കഴുകാൻ വെള്ളം പോലും ഇല്ല. അത്തരം ദരിദ്രാവസ്ഥ. 20 പട്ടണങ്ങളെ നിങ്ങൾ നോക്കിയാൽ ആകപ്പാടെ പ്രശ്നമാണ്. നമുക്കൊക്കെ സ്ഥലം മാറ്റം വെച്ചാൽ നമ്മൾ പോകില്ലാന്നേ. നമ്മൾ പിന്നെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവിടെ നിൽക്കും. മനസ്സിലായോ നമ്മുടെ ഒരവസ്ഥ? ദേവാസന്മാരെ ക്ഷമിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ആവശ്യപ്പെടാറുണ്ടല്ലോ, ഈ 3 പേരുള്ള ചർച്ചിലേക്ക് എന്നെ വിട്ടു, ഞാൻ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ: മുളക്കുഴിയെന്ന്, അല്ലെങ്കിൽ കുമ്പനാട്ടിൽ നിന്നും ഓവർസിയറോ പ്രസിഡൻറ്റോ ആരെങ്കിലും കുടുംബമായിട്ട് വന്ന് അവിടെ ട്രാക്റ്റൊക്കെ കൊടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞ് ഈ 3 കുടുംബം ഒരു 30 ആക്കിയിട്ട് എന്നെ അവിടെ ഇരുത്തണമെന്നാണ് അതിൻ്റെ പരോക്ഷ ആവശ്യം. അവർക്കത് അത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് അവർ വരുന്നില്ല. അതാ കാര്യം. മനസ്സിലായോ? ഈ സഭായോഗ തൊഴിലാളി രക്ഷപ്പെട്ട ചരിത്രമില്ല. മിനിസ്ട്രി ചെയ്യണമെന്ന്. ഈ സൺഡേ ഉള്ളി മിനിസ്ട്രിക്കാരൻ രക്ഷപ്പെട്ട ചരിത്രമില്ല. അവനിങ്ങനെ താൻ നട്ടുണ്ടാക്കാത്ത ആവണക്കിനെ പ്രാഗി അതും തീരും, അവനും തീരും. വിട്ടുപോന്നേ, പുസ്തകം കൊണ്ട് പോകണമെന്നേ. ആ പോകുന്ന വഴിക്ക് ആത്മാക്കളെ ദൈവം വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ഈ വരണ്ടുണങ്ങിയ 3 കുടുംബവും അവിടെ ഒരു സെക്രട്ടറിയും 2 കൈക്കാരനും കമ്മിറ്റി ഇവനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഫീൽഡിലേക്ക് പോകണമെന്ന്. തിരുവല്ല ഈ KSRTC ബസ് എടുക്കുമ്പോൾ അതിൽ ആളില്ലെന്നോർത്തേ ഡ്രൈവർ വണ്ടി എടുക്കാതിരിക്കില്ല. സമയമാകുമ്പോൾ ഡബിൾ കിട്ടും, അവൻ വണ്ടി എടുത്തേ പറ്റൂ. കാരണം വഴിയിൽ ആളുണ്ട്. നമുക്ക് ഇന്നുവരെ അത് മനസ്സിലാകാത്ത കാരണം തിരുവല്ലെ കൊണ്ട് ആളിനെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ഡ്രൈവർ സമരം ചെയ്താലും മന്ത്രി ഗണേശ സമ്മതിക്കില്ല. പുള്ളി പറയും, എടുത്തോളാൻ പറയും. ഡബിൾ കേട്ടാ വണ്ടി എടുക്കേണ്ട ആളാ ഡ്രൈവർ. സമയം നോക്കി ഡബിൾ കൊടുത്തോണം കണ്ടക്ടർ, അല്ലെ പണി പോക്കാ. സ്തോത്രം. അപ്പോൾ സംഭവിച്ചെന്താ? ഈ സ്ഥലമെല്ലാം ഇങ്ങനെ കിടക്കുക, ആരും പോവില്ല. യേശു ഇവിടുന്ന് തന്നെയാണ് തിരഞ്ഞെടുത്തത് തൻ്റെ ശിഷ്യന്മാരെയല്ല. തൻ്റെ ശിഷ്യന്മാരെ മിക്കതിനെ ഇവിടുന്ന് പെറുക്കിയിട്ട് പറ്റാത്ത പണിയും കൂടെ ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ പറ്റാത്ത പണിയാണ് ദൈവം നമുക്ക് തരുന്നത്, പറ്റുന്ന പണി തരികയല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, പാടുന്ന സൗരന്മാരില്ലേ, അവരെ വിട്ടേക്കാം. ഞാൻ എന്നെ തന്നെ പറയാം. ഇതുവരെയും പ്രസംഗിച്ചിട്ട് ഭയം തീർന്നിട്ടില്ല. പരീക്ഷ എഴുതുന്നൊരു കുട്ടിയുടെ അത്രപ്പാട് ഇപ്പോഴും ഉണ്ട്. അതാ സത്യം. കാരണം എൻ്റെ അത്ര കോൺഫിഡൻസ് ഉള്ളൊരു മേഖലയല്ല പ്രസംഗം. സഹോദര, പാടുമ്പോൾ ഓർത്തോണം, കഴിവേലല്ല എൻ്റെ പോക്ക്. ഏതാണ്ടൊരു ഭയം. നീ കൂടെ ഇല്ലേ ഒന്നും നടക്കില്ല കർത്താവേ, നീ ഒപ്പമില്ലേ പറ്റിയില്ല. മത്തായി എന്ന് പറഞ്ഞ എഴുത്തുകാരനകത്തണ്ടേ, ആൾ സാഹിത്യമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ പഠിച്ചല്ല, അക്കൗണ്ടൻസിയാണ്. കാരണം കണക്കെഴുതുന്ന ആളാണ്, ചുങ്കം പിരിവുകാരനാണ്. അക്കൗണ്ടൻസി പഠിച്ചാലുണ്ടോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ പോട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്, 3 കോളം ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, മേനോൻ ആൻഡ് കമ്പനി പർച്ചേസിങ് ഗുഡ്സ് ഫ്രം സംവേർ എൽസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ അത്. നല്ല തലയുള്ളവനെ പറ്റൂ ഈ കൊമേഴ്സ് പഠിക്കാൻ. CA ആണ്, BCom ആണെന്നൊക്കെ പറഞ്ഞാൽ അവരെ ഗൗരവത്തിൽ തന്നെ കാണണം. പെട്ടെന്ന് ജോലി കിട്ടും. ഇപ്പോൾ എളുപ്പം ജോലി കിട്ടും. കാരണം ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം പറയാം. ജലധരിച്ചിരിക്കുന്ന ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കണക്കല്ല. കാരണം കൊമേഴ്സുകാരൻ കൂട്ടുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല, ഗുണിക്കുന്നുമില്ല, ഹരിക്കുന്നുമില്ല. പിന്നെ ഇയാളെന്തോ ചെയ്യുന്നത്?
നിങ്ങളും ഞാനുമൊക്കെ ചെയ്ത ചിലവ് അടുക്കി വെക്കുന്നു. നമ്മൾ ചായ കുടിച്ചത്, കാറിൽ പോയത്, പെട്രോൾ അടിച്ചത്, സ്വോത്രകാഴ്ച ഇട്ടത്, പുള്ളി അടുക്കും ചിട്ടയ്ക്കും എടുത്തു വെക്കുന്നു. അതിൻ്റെ പേര് അക്കൗണ്ടൻസി. നല്ല കഴിവ് വേണം. പക്ഷെ നിങ്ങളെ പറ്റിയൊരു കുറ്റം പറയാം, സാഹിത്യം നിങ്ങൾക്ക് വഴങ്ങാൻ അത്ര എളുപ്പമല്ല. ശരിയല്ലേ? ക്ഷമിക്കണം, അത് അവരെ ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ ഒക്കെ മനസ്സിലാകും. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ആളിത് ഏത് ഭാഷയാണ്? ഇംഗ്ലീഷ് തൊലി പൊളിച്ചേ സംസാരിക്കുള്ളൂ. ദാറ്റ് ഈസ് വറങ്ങെന്നൊരുത്തം പറഞ്ഞിരിക്കില്ല, റോങ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഉട്ടർലി വറങ്ങ്. മനസ്സിലായോ? ഇപ്പോഴത്തെ പിള്ളേരുണ്ട്, ഇപ്പോൾ പിള്ളേരെല്ലാം നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ മത്തായി ഇതൊക്കെയാണ് പഠിച്ചത്. നിങ്ങൾക്ക് അക്കൗണ്ടൻസി കാണണേ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നോക്കിയാൽ മതി. കറക്റ്റ് അക്കൗണ്ടൻസിയാണ്. ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോന്യ പ്രവാസം വരെ 14, ബാബിലോന്യ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. കണ്ടോ അടുക്കും ചിട്ടി? പണി പോയി പോക്ക് കണ്ടോ? അറേഞ്ച്മെൻറ്റ് കണ്ടോ? സത്യത്തിൽ ഇവനെ ഏൽപ്പിക്കേണ്ട പണി ക്യാഷായിരുന്നു, കാഷർ. ദൈവം ഏൽപ്പിച്ചതൊരു കള്ളനെ, യൂദ. മനസ്സിലായോ? അപ്പോഴൊക്കെ മത്തായിക്ക് പറയണമെന്നുണ്ട്, ഞാനത് വൃത്തിക്ക് ചെയ്യാം. കൊടുക്കുകയില്ല, ദൈവം തരികയില്ലെന്നങ്ങനെ. നമുക്കറിയാവുന്ന പണി തരാനല്ല ഈ യജമാനം വിളിച്ചേ. എന്ന് നീ എൻ്റെ കൂടെ കൂടിയോ അന്ന് ഞാൻ തീരുമാനിക്കും നിൻ്റെ പണി. അല്ലെങ്കിൽ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും ഇതെൻ്റെ കഴിവ് കൊണ്ടാ ഇതൊക്കെ ഓടുന്നത്. ഞാൻ പണ്ടേ പരിശീലനമുള്ള ആളാ, ഞാൻ എക്സ്പെർട്ടായെന്ന് തോന്നാതിരിക്കാൻ, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ, പുരോഹിതനകത്തെ പ്രാകാരത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ശണവസ്ത്രം ധരിക്കരുത് എന്നറിയണ്ടേ? അങ്ങനെ വിചാരിക്കും ഈ ശണവസ്ത്രമെല്ലാം ധരിച്ച് പുറത്തോട്ട് വന്ന് ഇങ്ങനെ വിശറിയെടുത്ത് വീശിട്ട് പറയും, പാവപ്പെട്ടവനെ അകത്തുനിന്ന് വീർത്ത കൊണ്ടാ നിൻ്റെയൊക്കെ പാവം തീർന്ന്, ഇസ്രായേലെ മര്യാദയ്ക്ക് പൊക്കണമെന്ന്. ചിലവാകത്തില്ല ഇവിടെ. മനസ്സിലായോ? നീ വീർത്തിട്ടല്ല, നീ പഠിച്ചിട്ടല്ല, നിന്റെ അനുഭവമല്ല. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ കൃപയാ സകലത്തിനും ആധാരം. എന്തിനാ യൂദായ്ക്ക് ഏൽപ്പിച്ചെന്നറിയണ്ടേ? ഈ കള്ളന് തോന്നണം ആർക്കും കൊടുക്കാത്തൊരു കൃപ ദൈവം എനിക്ക് തന്നെങ്കിൽ ഇനിയെങ്കിലും ഞാൻ വിശ്വസ്തനായിരിക്കണം. മനസ്സിലായോ? അതിനകത്ത് ചെയ്തേ. നമുക്കല്ല ഇങ്ങനെ തന്നെ, നല്ലവനും തോന്നി അല്ല തന്നേന്ന്. കാരുണ്യം, ദൈവത്തിൻ്റെ കൃപ. നമുക്കൊന്ന് സമ്മതിച്ചു മടങ്ങാൻ. ഞാൻ ആയിരിക്കുന്നത് നിന്റെ കൃപ, ഞാൻ ആസ്വദിച്ച് അനുഭവിച്ചതല്ല നിന്റെ കൃപ, ഞാൻ ആസ്വദിക്കാതിരിക്കുന്ന നിന്റെ കൃപ, യോഗ്യതയല്ല അവിടുത്തെ പരമമായ കൃപ. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ 20 പട്ടണങ്ങളും കാബൂൽ ദേശ കർത്താവ് ഇവിടം തിരഞ്ഞെടുക്കുന്ന കണ്ട് മത്തായി പറയാ, ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഏതിരുളിലാ? 1000 ആണ്ടുകളായി ശലോമോന്റെ ജ്ഞാനവൈഭവം കൊണ്ട് മാറ്റാൻ കഴിയാത്തത്, ഹീരാമന്റെ സമ്പത്ത് കൊണ്ട് മാറ്റാൻ കഴിയാത്തത്, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ ഇതുവഴി തലങ്ങും വിലങ്ങും ഒരാവർത്തി നടക്കുമ്പോൾ ലോകത്തിന്റെ പ്രമാണിമാർക്ക് മനസ്സിലായില്ലെങ്കിലും ആ മണ്ഡലികളിൽ ആ പാദമൂന്നിയപ്പോൾ ഇരുട്ടിന്റെ ശക്തികൾക്ക് ബോധ്യപ്പെട്ടു, ഇനി ഞങ്ങൾക്ക് നിന്നുകൂടാ. കാരണം അവൻ ഇതുവഴി പ്രവചനത്തിന്റെ നിവൃത്തി പോലെ ഇതുവഴി തലങ്ങും വിലങ്ങും നടക്കുന്നു. ആ ദൈവത്തിന്റെ പുത്രൻ ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ മധ്യ ഉലാത്തുന്നുണ്ട്. ആ ശബ്ദത്തിൽ തകരാത്ത കോട്ടകളില്ല, പിന്തിരിയാത്ത ഇരുട്ടുകളില്ല. ആ പിന്തിരിയാത്ത ഇരുട്ടുകളെ നോക്കി ഭക്തൻ ജയവേരി മുഴക്കിക്കൊണ്ട് പറയണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇവിടെയാ യേശുവിൻ്റെ പ്രസംഗവും യോഗവും കമ്മിറ്റി മീറ്റിങ്ങും എല്ലാം നടന്നത്. ഇവിടുന്ന് ഒരു ദിവസം യേശു ഗലീലിയ കടലിൻ്റെ അക്കരയ്ക്ക് പോയി. യോഗം കഴിഞ്ഞപ്പോൾ അവർക്ക് വിശന്നു എന്ന് യേശു അറിഞ്ഞു. കർത്താവ് പറഞ്ഞു, അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ. എങ്ങനെയാ? ഫിലിപ്പോസ് അവിടെ വന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കയ്യിൽ 200 നാണയമുണ്ട്. 200 നാണയം. ഗ്രീക്കിൽ കിടക്കുന്നു 200 ദിനാറിയോസ്. ഈ ദിനാറും ദിരമ്മയൊക്കെ നമ്മൾ കൊടുത്ത പൈസ കേട്ടോ, ബൈബിളിൽ നിന്ന് പോയതാ. ദറംസില്ലേ,
അത് തന്നെ ദ്രഹ്മ, ചതുർദ്രഹ്മപ്പണം. UAE നാണയമേ ഇതിൽ നിന്ന് പോയാണ് ദ്രഹ്മ. ദിറംസ്. 200 നാണയം ഒരു പുരുഷൻ്റെ ഒരു വർഷത്തെ കൂലിയാണ്. അത് തെളിവ് തന്നേക്കാം. ഉത്തമീതി പറയാം അവസാന അധ്യായത്തിലെ, ശലോമോനു ബാൽഹമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ശലോമോനെ ഓരോരുത്തരും പാട്ടമായി 1000 നാണയം കൊടുക്കണം. ശലോമോനെ നിനക്ക്1000 ഫലം കാക്കുന്ന തൊഴിലാളിക്ക് 200 ഇരിക്കട്ടെ. ഒരാണ്ടിലെ കൂലി 200 നാണയം. 12 മാസത്തെ കൂലി, ഒരുത്തൻ്റെ 12 മാസത്തെ കൂലി 200 നാണയം. അത് തിരിച്ച് കൺവെർട്ട് ചെയ്യാം. 12 അപ്പോസ്തലന്മാരുടെ 1 മാസത്തെ കൂലി. ശരിയല്ലേ? അതാണ് 200 നാണയം ഉണ്ടെന്ന് ഫിലിപ്പോസ് പറയാം. ഇത്ര ഉണ്ട് ഇവിടെ. കർത്താവ് എന്താ പറഞ്ഞു? ബാക്കി നമുക്ക് കണ്ടെത്താം. നമുക്ക് പാട്ട് പാടി സ്വോത്രകാഴ്ച എടുക്കാം. കിളിങ്ങാത്ത സ്വോത്രകാഴ്ച വരണം. ഇപ്പോഴത്തൊരു പ്രയോഗം. അതുവരെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ പറയും ഇവിടെ കീബോർഡുണ്ട്, ഇവിടെ ചെലവുണ്ട്, കിളിങ്ങാത്ത പോരാ. ക്ഷമിക്കണം, ഞാനൊരു കാര്യം പറയട്ടെ. പാടുന്നവരോടും പ്രസംഗിക്കുന്നവരോടും ഒക്കെ പാസ്റ്റർമാരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഒരു പാട്ടുകാരൻ, ഒരു കീബോർഡിസ്റ്റ്, ഒരു പ്രസംഗകൻ ദൂരെ നിന്നൊക്കെ ബുദ്ധിമുട്ടി വരണം, വണ്ടി ഓടിക്കണം, ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാവും. ഇങ്ങനെ വരുന്നൊരു പ്രസംഗകനോ ഒരു പാട്ടുകാരനോ അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് ഒരു കോൾ ഷീറ്റ് പറയുന്നതിൽ തെറ്റുണ്ടോ? എനിക്ക് ഇത്ര രൂപ കിട്ടിയാൽ ഞാനത് അന്തസ്സായിട്ട് ചെയ്യാം. ഞാൻ പറയും ഒരു തെറ്റുമില്ല. അത് പറഞ്ഞോണം, എന്നാ വേണമെന്ന് പറഞ്ഞോണം. അല്ലെ പിന്നെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നില്ലെന്നല്ലേ. ഞാൻ ആ പറയുന്നവർക്കൊപ്പം പക്ഷേ ഒരു കുഴപ്പം. പിന്നെ അത് ശുശ്രൂഷയാണെന്നൊന്നും പറയില്ല. കരഞ്ഞുകൊണ്ടൊരു പാട്ടുമൊക്കെ പാട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ദൈവം തന്നാന്നും പറയില്ല. നിൻ്റെ ജോലി, അയാളുടെ ജോലിക്ക് എന്ത് അയാൾ കൂലി പറയട്ടെന്ന്. ഞാൻ പണ്ട് ഈ ചുവരെഴുതുന്ന ജോലി ചെയ്യായിരുന്നു പഠിക്കുന്ന കാലത്തൊക്കെ. നമ്മളെ തിരക്കി താമര വരയ്ക്കാനും അരിവാൾ വരയ്ക്കാനും കൈപ്പത്തി വരയ്ക്കാനും ഒക്കെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ വരച്ചതിൻ്റെ മണ്ടേ പിന്നെ ആളുകളിങ്ങനെ തെളിച്ചു പോയിട്ടേ ഉള്ളൂ. ഞാൻ പഠിച്ച ഹൈസ്കൂളിൻ്റെ ഒക്കെ ബോർഡ് കഴിഞ്ഞിടയ്ക്ക് കണ്ടു. ആ സാധനമൊക്കെ അവർ പിന്നെയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനെന്ന് പറയും, ഞാൻ വരച്ചാൽ എനിക്ക് ഇത്ര ഉറുപ്പിക വേണം. ഇത് മനസ്സുണ്ടേ മതി. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പം ആ പണിക്കൊന്നും പോകുന്നില്ല. കൈ ഒന്നും ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ലിയല്ല. അതിൻ്റെ ആവശ്യമില്ല. ഫ്ലക്സൊക്കെ പെട്ടെന്ന് ചെയ്യും. ഞാൻ കല്യാണമൊക്കെ കഴിച്ചിടയ്ക്ക് എൻ്റെ വൈഫ് വന്ന് വീട് മുറ്റം നോക്കിയിട്ട് അമ്പരന്നോ ഇതെല്ലാം കണ്ട് വരെയും പരിപാടിയൊക്കെ കണ്ട് ചുവരെഴുത്തും പരിപാടിയൊക്കെ. അപ്പോൾ പറഞ്ഞെന്തിനാണെന്നറിയണ്ടേ, ഒരാളുടെ തൊഴിലിന് അയാൾ അർഹിക്കുന്ന കൂലി അയാൾ ആ ഡിമാൻഡ് തീരുമാനിക്കുന്നത്. വക്കീലിൻ്റെ ഫീസ് വക്കീലാണ് തീരുമാനിക്കുന്നത്, ഡോക്ടറുടെ ഫീസ് ഡോക്ടർ തീരുമാനിക്കുന്നത്. നിങ്ങൾ ടാലൻറ്റഡായ ഒരു സെലിബ്രിറ്റിയാണോ, യു ക്യാൻ ഡിസൈഡ്, നോ പ്രോബ്ലം. പിന്നെ കരഞ്ഞു പിഴിഞ്ഞ് സാക്ഷിയൊന്നും പറയരുത്. അതേ ഭർത്താവിന് വേണ്ടി പാടി, ഞാൻ ലോകത്തിന് വേണ്ടി പാടുന്നില്ല, ഞാൻ ഗാനമേളയ്ക്ക് പോകത്തില്ല. നീ ഇവിടെ വന്നിട്ട് എന്താ ഗുണം? മനസ്സിലായോ? കാര്യം മനസ്സിലായോ? സ്തോത്രം. ഓരോ അവസരവും ഒരുപക്ഷെ അത് അവസാന ചാൻസ് അല്ലെന്ന് ആര് കണ്ടു? ഓരോ പരസ്യവും അവസാനത്തെ പ്രസംഗമല്ലെന്ന് ആര് കണ്ടു? യേശുവിനെ ഉയർത്താൻ കിട്ടിയ അവസാന ചാൻസ്. അട്ടെ പാടി പാടി യേശുവിന് വേണ്ടി പാടി മരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശുവിനെ പ്രസംഗിച്ചു മരിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശുവിനെ സാക്ഷിച്ച് എനിക്ക് മരിക്കണം. പിന്നെ ആ കൂടെ ഉള്ളൊക്കെ നമുക്ക് കിട്ടുന്നൊക്കെ കിട്ടിക്കോട്ടെന്നേ, സ്വമേധയാ ലഭിക്കുന്നൊക്കെ ലഭിക്കട്ടെ. സന്തോഷമുണ്ടോ? ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തിനാ പറഞ്ഞേ? ഇതൊക്കെ ഈ തലമുറ മനസ്സിലാക്കിയിരിക്കണം കാര്യങ്ങളല്ലേ. സ്തോത്രം. അപ്പോൾ യേശു പറഞ്ഞു ഇവർക്ക് ഭക്ഷണം കൊടുക്കണം. 200 നാണയത്തിൻ്റെ കൂടെ ബാക്കി ബ്ലേഡി തീർക്കാമെന്നല്ല. അല്ലെ ആ കൂടെ അല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരച്ചാനുണ്ടെങ്കിൽ എണ്ണീപ്പിച്ചെടുത്ത് പറയാം, ജേക്കപ്പച്ചാൻ പറഞ്ഞേ ബാക്കിയൊക്കെ എങ്ങനെയാ? ആ പുള്ളി ഇങ്ങനെ കൊടുത്ത് എല്ലാത്തിനും കൊടുത്തിരിക്കുക. അയാളെ തന്നെ ലക്ഷ്യമിട്ട് വീണ്ടും പറയുക. ചുമ്മാ ഈ നനേന്ദ്രൻ തന്നെ കുഴിക്കാമെന്ന്. അന്നും ആത്മീയമല്ല. സന്തോഷമില്ലല്ലേ? ചിലരെ എയിം ചെയ്ത് ഗൾഫിൽ നിന്ന് വന്ന് ഒരുത്തനെ എഴുന്നേപ്പിച്ച് നിർത്തി അവനെങ്ങനെ ആ മണൽ കാറ്റി കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ചെന്ന് കണ്ടവനറിയാം. മനസ്സിലായോ? വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവൻ UK യിലുണ്ടെന്നോ. അവനെ ആഴ്ചയിൽ അങ്ങോട്ട് എഴുന്നേപ്പിച്ച് നിർത്തി അഭിനന്ദിച്ച് സന്തോഷിപ്പിച്ച് ഈ തുഞ്ചത്ത് കയറ്റി ഇരുത്തി പോക്കറ്റിൽ നിന്ന് പണം വീഴിക്കുന്ന വിദ്യ അല്ല ആത്മീയത.
മുകളിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ളവനെ ഈ പണിക്ക് ഇറങ്ങാവുള്ളെന്ന്. ആ ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭക്തൻ്റെ ശക്തി മാസവരുമാനത്തിലല്ല, ബാങ്ക് ബാലൻസിലല്ല, കൃഷിയിടങ്ങളിൽ നിന്നല്ല. ആ ഭക്തന്റെ ശക്തി കഴിച്ച ഭക്ഷണത്തിന്റെ ബലമല്ല, ലഭിച്ച സമ്പത്തിന്റെ ബലമല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവിടേക്ക് നമ്മുടെ ഒരു സഹോദരൻ വന്നു. പേര് അത്ര ഫേമസ് അല്ല, അന്ത്രയോസ്. അന്ത്രയോസ് പ്രസിദ്ധനൊന്നും അല്ലല്ലേ? അന്ത്രയോസ് എഴുതിയ സുവിശേഷം ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്ത്രയോസ് ഒരു ലേഖനം എഴുതിയിട്ടില്ല, സുവിശേഷം എഴുതിയിട്ടില്ല, പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനെ രേഖയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, അന്ത്രയോസ് അത്ര മോശമാളല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹം ക്രിസ്ത്യാനിറ്റിയാണ്, നമ്മൾ തന്നെയാണ്. പല പേരിലുമൊക്കെ ഉണ്ടെന്നേ. ആ ക്രിസ്ത്യാനിറ്റിയിൽ ആദ്യം യേശുവിനെ സ്വീകരിച്ച് ചുവട് വെച്ച മനുഷ്യൻ്റെ പേരാ അന്ത്രയോസ്, ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്. പിന്നെ ഉണ്ട്, ഞാൻ ബാക്കി പിന്നെ പറയാം. അപ്പോഴേ ഈ അന്ത്രയോസ് എന്നിട്ട് കർത്താവിനോട് പറയുക, ഇവിടെ ഒരു ബാലനുണ്ട്. നമ്മുടെ മലയാളം വഴി കിടക്കുന്ന ബാലകൻ, ആ കാ വേണ്ട, ബാലൻ മതി. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും. നമ്മളാണ് ഈ അച്ഛനെ കമ്മിറ്റിയിലെടുക്കുമോ? അച്ഛൻ്റെ അമ്മാവൻ അവിടെ ഉണ്ട്, അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കും, മിണ്ടരുത് മിണ്ടരുതെന്ന് പറഞ്ഞു. പിള്ളേർ കാരണം പറയും, പപ്പ കാരണമാണ് ഞങ്ങൾ ഈ പള്ളിയിലൊന്നും വരാത്തത്. അത്രയും ആളിരിക്കുമ്പോൾ പറയുക, 200 നാണയം കൊണ്ട് നടക്കാത്ത കാര്യം സംസാരിക്കും, പറയാം ഞങ്ങളിൽ 5 അപ്പവും 2 മീനും ഉണ്ടെന്ന്. നമ്മൾ ഈ മനുഷ്യനെ കമ്മിറ്റിയിൽ എടുക്കുമെന്ന്. അഥവാ എടുത്താൽ തന്നെ ഒരു ചുമതല കൊടുക്കും, പ്രയറിൻ്റെ കൺവീനർ. ചാനെ ഒതുക്കി അവിടെ ഇട്ടേക്കുക. അവിടെ ഒരു കൂടാരം എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥന. ആ വഴിക്ക് പുള്ളി പോകുന്ന പോലും ഇല്ല, ആരും പോകത്തില്ല. പക്ഷേ അന്ത്രയോസ് ഇത് പറഞ്ഞപ്പോൾ കർത്താവ് ചൂടായോ? അബദ്ധം പറയുമെന്ന് പറഞ്ഞോ? കുഞ്ഞെ 200 കൊണ്ട് സാധിക്കാത്ത കാര്യം 5 അപ്പം നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞോ? ഇല്ലെന്ന്. അപ്പം ഞാനിവിടെ ബുദ്ധിവൈഭവം കൊണ്ടല്ല, നിഷ്കളങ്കൻ്റെ പ്രാർത്ഥനയാണ് തമ്പുരാൻ്റെ പ്രവൃത്തിക്ക് ആധാരം. പ്രാർത്ഥനയിൽ ഉപയോഗിച്ച സാഹിത്യത്തിൻ്റെ ആഴമല്ല, അവിടെ കാട്ടിയ പ്രകടനപരതയല്ല. ഒരു നിഷ്കളങ്കൻ പറയുക 5 യവത്തപ്പവും 2 മീനും. ഇത് കുഴപ്പമുണ്ടെന്നറിയണ്ടേ? ഒന്ന്, യവം സാധാരണഗതിയിൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമല്ല, അത് മൃഗത്തിന് കൊടുക്കുന്ന, കുതിരയ്ക്ക്. മനുഷ്യൻ കഴിക്കുമോ? കഴിക്കും. എപ്പോഴെന്നാൽ കനത്ത പട്ടിണി വരുമ്പോൾ യവത്തപ്പവും കഴിക്കും. കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ കട്ടിയാണ്. ഇടിച്ച് ധാന്യമാക്കി മാറ്റി കുറുക്കി 7 ആവർത്തി തെളിനീരുറ്റി കളയണം. അമ്മ മുഴുവൻ കഷ്ടപ്പെട്ടെങ്കിലേ രാവിലെ ഒരു അപ്പം ഉണ്ടാക്കാൻ പറ്റൂ. എങ്ങനെയൊക്കെ ചെയ്താലും ഒരു കയ്പ് അതിനുണ്ടാവും. ഇതൊരു പ്രശ്നം. അതിഥിക്കിത് വിളമ്പാൻ പാടില്ല. വീട്ടുകാരിത് ഭക്ഷിച്ചിട്ട് അതിഥിക്ക് ഗോതമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും കൂടിയ ധാന്യം അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതാ ജൂതൻ്റെ ഒരു സംസ്കാരം. അതുകൊണ്ട് ഒരു അതിഥി വീട്ടിലുണ്ടെങ്കിൽ യവത്തപ്പം കൊടുക്കാൻ പാടില്ല, പബ്ലിക്കിൽ വിളമ്പാൻ പാടില്ലാത്ത ഭക്ഷണം തന്നെയല്ല. ഇത് വിശപ്പകറ്റുന്ന ഭക്ഷണമാണ്, ടേസ്റ്റിനുള്ളതല്ല, രുചിക്കുള്ളതല്ല. മനസ്സിലായോ? രുചിക്കുള്ളതും വിശപ്പകറ്റുന്നതും 2 കാര്യം. അങ്ങനെയല്ലേ? ഞാൻ എൻ്റെ തെളിവ് പറയാം. നമ്മൾ വീട്ടിലൊരു കല്യാണം നടത്തി, നാട്ടുകാരെല്ലാം വിളിച്ചു. എന്നിട്ട് വീട്ടിലെ കാർന്നൊരു തീരുമാനിച്ചു, വരുന്നവർക്കെല്ലാം നല്ല 1-ാം തരം കുത്തരി കഞ്ഞി, അച്ചാർ, പയറ്, പപ്പടം. ഇത് മോശം ഭക്ഷണമാണോ? പക്ഷെ കല്യാണത്തിനൊന്ന് കൊടുത്തു നോക്കിയാൽ വിവരം അറിയാം. സംഗതി നല്ല. ഇറങ്ങുമ്പോഴേ ആളുകൾ കാണുമ്പോഴേ പറയും, ഇവിടെ ഈ കഞ്ഞിയുടെ പരിപാടിക്ക് നമ്മൾ പോയല്ലോ. കാരണം ഇത് കല്യാണത്തിന് പറ്റിയല്ല, അത് ടേസ്റ്റി ഫുഡ് കൊടുക്കണം. ശരിയാണോ? എത്ര ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചാലും പോകുമ്പോൾ ചില ഗതികെട്ടവന്മാർ അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടേ പോവുള്ളൂ. നിൻ്റെ ഈ ശാപം മാറാൻ പോകുന്നില്ല. ഇനി ബാംഗ്ലൂരിൽ നിന്ന് ആൾ വന്ന് മുറിച്ചാലും മുറിയാത്ത തരം ശാപമായത്.
ഇതൊന്നും അങ്ങനെ പോകത്തില്ല, ചിലത് പോകില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പറയാം അച്ചാർ അത് ശരിയായില്ലെന്ന് പറഞ്ഞ് പോവാ, അല്ലേ പറയാം സാമ്പാർ ഒത്തില്ല, അവിയൽ ഒത്തില്ലെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഈ പെണ്ണിനെ കെട്ടിച്ചു വിട്ട് ചങ്ക് തിരുമ്മി കാശുണ്ടാക്കാൻ വിഷമിച്ചിരിക്കുന്ന ഒരു അച്ചാൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുമോ? അയാൾ ഉറങ്ങിയിട്ട് നാളെ കുറേ ആയി. ഇത് ടേസ്റ്റി ഫുഡ് വേണം അല്ലേ? ഇനിയും വിശപ്പിനുള്ളത് പറയാം. ഈ മരണം കഴിയുമ്പോൾ നമുക്ക് ഓരോ പാക്കറ്റ് കിട്ടുമല്ലോ. ചില ആൾ വളരെ വിദഗ്ധമായി 5-6 പാക്കറ്റ് സംഘടിപ്പിക്കുന്നവരുണ്ട്. അതൊക്കെ പോട്ടെ. ഈ വടയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് പോകുന്ന വഴിക്ക് ഇത് കഴിച്ചിട്ട് ആദ്യം പറയോ എന്തോ ഒരു വടയായിരുന്നു, ചുമ്മാ ബിസ്ക്കറ്റാണെങ്കിൽ തീരെ കൊള്ളത്തില്ല, എല്ലാം പറയോ വിശപ്പ് കൊണ്ടേ. നമ്മുടെയൊക്കെ പ്രസംഗമല്ലേ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് പുറകെ വരും, നക്ഷത്രവും അനുശോചനം കൊണ്ട് വേറെ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിൽക്കുന്നവൻ്റെ അകം കത്തി വരിക. ഷുഗറുള്ളവൻ ഇതെടുത്ത് കഴിക്കുക, ഒന്നും മിണ്ടില്ല. അല്ല ആരും പറയോ എന്തൊരു വടയായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ അച്ഛൻ വന്നിട്ട് പറയണം, ഇത്തവണ ഇങ്ങനെ പോട്ടെ, ഇനിയും വരുന്നുണ്ടല്ലോ അവസരങ്ങൾ, ഒരു ദിവസം കൊണ്ട് നേരം വിളിക്കല്ലോ. ഇതൊന്നും പറയുന്നില്ല. എന്താ കാര്യം? അത് വിശപ്പിനുള്ളത്, ഇത് ടേസ്റ്റിനുള്ളത്. യവൻ പബ്ലിക്കിൽ വിളമ്പില്ലെന്ന്. അതും 5 അപ്പം, 1 എണ്ണം കുറവ്, 2 അതിൻ്റെ ബ്രാൻഡില്ലേ അത് മോശം, 2 മീനും. ചില പഠനങ്ങൾ പറയുന്നത് ഇത് അന്ത്രയോസിൻ്റെ തന്നെ മകനായിരുന്ന ഈ അപ്പം കൊണ്ടുവന്ന പയ്യൻ. അതങ്ങോട്ട് വിശ്വസിക്കാൻ പലർക്കും പറ്റുന്നില്ല. വിശ്വസിക്കണം. എന്നാൽ പിന്നെ യോഹന്നാൻ എഴുതിയാൽ പോരെ, അന്ത്രയോസിന് പറഞ്ഞാൽ പോരെ, എൻ്റെ മോൻ വന്നിട്ടുണ്ട്, അവൻ്റെ പക്കൽ 5 അപ്പവും 2 മീനും, 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞോ? ഇല്ല. 5 അപ്പവും 2 മീനും ഒന്ന് എൻ്റെ മോനാ കൊണ്ടുവന്നെന്ന് പറയാതെ ഇതെങ്ങനെ ഒക്കും? അതിന് കാരണമുണ്ട്. ഈ ബൈബിൾ എഴുത്തുകാരും സ്വന്തം കാര്യം പറയാറില്ല. നമുക്കിങ്ങനെ ഒന്നാകാൻ എത്ര സംവത്സരം കഴിയണമെന്ന് ഓർത്ത് ഇന്നെങ്കിലും ഒന്ന് തീരുമാനിച്ചു പോകാം. ഹല്ലേലൂയ. ശരി പറയലേ, പലരും അവിടെ ചെന്നു, ഒരു വിടുതലുമില്ലായിരുന്നു. 7-ാം ദിവസം ഈ ഏഴയും പൂഴിയും ചാരവും കൃമിയുമായ പാവപ്പെട്ട ഞാൻ, ഇതാ നമ്മൾ പരാജയപ്പെടുന്നു. ഇത് അന്ത്രയോസിൻ്റെ മകനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന് കണക്കുണ്ട്. 3 അപ്പം അന്ത്രയോസിന്, 2 അപ്പം മോന്, ബാക്കി മീൻ ഓരോന്ന് വീതം വെച്ചേക്കുന്നത് കണ്ടോ? ഇങ്ങനെ അവൻ്റെ അമ്മ കൊടുത്തു വിട്ടാ. സ്തോത്രം. എന്തിനാ പറഞ്ഞേ? അല്ല 5 അപ്പവും 2 മീനും കൂടെ ഒരു കുഞ്ഞ് കഴിക്കുമോ? അങ്ങനെ കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ അങ്കിളിനോട് നിരുപാധികം ക്ഷമിക്കുക. എനിക്ക് അവനെ ഒന്ന് കാണുകയും വേണം. അവൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാനാണ്. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പിരിയുമ്പോൾ ഇതിങ്ങ് വാങ്ങി യേശു കൊച്ചു പയ്യൻ്റെ പക്കൽ നിന്ന് വാങ്ങി വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഈ 5 അപ്പം വീതം വെക്കുന്നത് കേട്ടാൽ നമ്മളിരിക്കുമോ? ദൂരോട്ടിരിക്കുന്ന ആൾക്കൊന്നും മനസ്സിലായില്ല. അവർ റെഡിയായിട്ടിരിക്കുമ്പോൾ യവത്തപ്പം നുറുക്കിയത് വരുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോൾ യവത്തപ്പമാണെന്നറിഞ്ഞ് പലരും പോകാൻ തുടങ്ങി. പക്ഷെ പോകാൻ അങ്ങോട്ട് തുനിഞ്ഞവൻ തിരിഞ്ഞു നിന്നു. കാരണം എന്താണെന്നറിയണ്ടേ? ഇതിൻ്റെ സുഗന്ധം അതവനെ പിടിച്ചു നിർത്തി. ഒന്ന് പരീക്ഷിക്കാനെടുത്ത് കഴിച്ചു, പിന്നെയും ചോദിച്ചു, പിന്നെയും കഴിച്ചു. ജീവിതത്തിൽ ആദ്യം വീണ്ടും വീണ്ടും യവത്തപ്പം കഴിച്ചു. കഴിച്ചവന് തൃപ്തി വന്നു. എന്ത് മനസ്സിലായി? യേശു തന്നപ്പോഴാ നമുക്കൊക്കെ തൃപ്തി വന്നത്. അനുഭവമുള്ള ദൈവമക്കളെ ഉയർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തമ്പുരാൻ തന്നപ്പോഴാ സംതൃപ്തി വന്നത്. ലോകത്താര് തന്നപ്പോഴും സംതൃപ്തിയില്ല, നീ തന്നപ്പോഴാ സംതൃപ്തി. ഇന്നിവിടം വിട്ടു പോകുമ്പോ സംതൃപ്തി തരുന്നവൻ, കാബൂൽ ദേശത്തെ പരിഷ്കരിക്കുന്നവൻ, അടിമുടി മാറ്റിമറിക്കുന്നവൻ,
ഇരുട്ടിന്റെ എല്ലാത്തരം ആലോചനകളെയും അട്ടിമറിക്കുന്നവൻ ജയാളിയായി നമ്മുടെ കൂടെയുണ്ട്. അവന് അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല, തകർക്കാൻ കഴിയാത്ത ആഭിചാരങ്ങളില്ല. സോളമന്റെ സമ്പത്ത് കൊണ്ട്, അവന്റെ ജ്ഞാനം കൊണ്ട്, ഹീരാമിന്റെ പണക്കൊഴുപ്പ് കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തത് മാറ്റാൻ കഴിയുന്ന കൃപയുടെ ദൗത്യം ഇന്നിവിടെ ചെയ്തെടുക്കാൻ നസ്രായന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഈ രാത്രി ആർക്ക് വേണം അവന്റെ കരസ്പർശം? ആർക്ക് വേണം അവിടുത്തെ കൃപ? അവിടുത്തെ പുണ്യാക രക്തത്തിൽ അഭയം പ്രാപിച്ച് ആ കൃപ ആസ്വദിക്കാൻ കഴിയാതെ അകത്തും പുറത്തും ആയിരിക്കുന്നു. ഒരു വിടുതൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. കണ്ണുകളടയ്ക്ക. നാഥാ, എൻ്റെ കാബൂൾ ദേശത്തിൻ്റെ ഇരുട്ടിനെ മാറ്റി എന്നെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന നിന്റെ പ്രവൃത്തിക്ക് ഞങ്ങൾ കാതോർക്കുന്നു. ആർക്ക് വേണം ഈ കരസ്പർശം? അകത്തും പുറത്തും ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ഈ കരത്തിൻ്റെ സ്പർശനമറ്റവരാണ്. എങ്കിലും പുറത്ത് ഞങ്ങളുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ ക്രിസ്തു ചൈതന്യമില്ലാതെ, ക്രിസ്തു സാന്നിധ്യമില്ലാതെ കാബൂൾ ദേശത്തിന്റെ ഇരുട്ടിൽ അകപ്പെട്ടു പോയ ഒരാളെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇതാ പ്രവർത്തിക്കുന്ന ഒരു യേശു നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റി, അന്ധത മാറ്റി, അജ്ഞത മാറ്റി നിന്നെ പരിഷ്കരിക്കാൻ കഴിയുന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വിചാരിക്കാം, നിന്റെ അനുഭവങ്ങളുടെ രുചി മാറുന്നു, അതിൻ്റെ ഗന്ധം മാറുന്നു, അതിൻ്റെ നിറം മാറുന്നു, അതിൻ്റെ അന്തസ് മാറുന്നു, ആഭിജാത്യം മാറുന്നു. നമ്മെ പുതുമനുഷ്യനാക്കുന്ന ആ വലിയ പ്രവൃത്തിക്ക് ഈ രാത്രി മനസ്സുള്ളവർക്ക് മാത്രം തങ്ങളെ തന്നെ സമർപ്പിക്കാം. ഈ വചനം സ്പർശിച്ചവർ, അത്തരത്തിലൊരു സമർപ്പണത്തിന് മനസ്സുള്ളവർക്ക് ആ കരമുയർത്തി പിടിക്കാം. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു ചൈതന്യം ഇന്ന് രാത്രി വാഴട്ടെ. ആ ദൈവകൃപയ്ക്ക് നമുക്ക് ഒരുങ്ങാം, ഉണരാം, ജാഗരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.